Alhamdulillah, Alhamdulillah, alladhi nazzala al-furqana ala 'abdi liyakuna lil-'alamin nadhira. وأشهد أن لا إله إلا الله وحده لا شريك له من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا يا مجيبي عند كل دعوتي ويا غياثي عند كل شدتي ويا رجائي حين انقطعت حيلتي أحمدك. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم خيركم من طال عمره وحسن عمله. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. يا سيد السادات جئتك قاصدا أرجو رضاك وأختمي بحماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك صلوا عليه وسلموا تسليما. സമാദരണീയനും ബഹുമാന്യനുമായ യോഗാധ്യക്ഷൻ SYS കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനർ ബഹുമാന്യനായ ലത്തീഫ് ഹാജി, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച എൻ്റെ ബഹുമാന്യനായ ആദരണീയനായ എൻ്റെ സുഹൃത്തു കൂടിയായ SYS കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനർ പ്രിയ സുഹൃത്ത് ജമാൽ VM, ഈ പുണ്യമായ സദസ്സിൻ്റെ സമുദ്ഘാടന കർമ്മം നിർവഹിച്ച അനിഷേധ്യമായ നമ്മുടെ ആത്മീയ നേതൃത്വം ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യനായ കാസർഗോഡ് SYS വൈസ് പ്രസിഡന്റ് സയ്യിദ് പി കോയ തങ്ങൾ ചന്ദ്ര, സുന്നി യുവജന സംഘത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ബഹുമാന്യനായ കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കർണാടക സ്റ്റേറ്റ് SKSSFിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ആരിഫ് അലി, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന
ദാറുൽ ഹുദയുടെ സമർപ്പണ യൗവനം ബഹുമാന്യനായ ഷറഫുദ്ദീൻ ഹുദവി ആനമങ്ങാട്, ഉജ്ജ്വല പ്രഭാഷകൻ കൂടിയായ പ്രിയ സുഹൃത്ത് ഷൗക്കത്തലി മൗലവി വെള്ളമുണ്ട, ബഹുമാന്യ സുഹൃത്ത് സൈനുദ്ദീൻ കാപ്പനയിൽ, സിദ്ദീഖ് തങ്ങൾ, ബഹുമാന്യ സുഹൃത്ത് എം കെ നൗഷാദ്, ടി സി സിറാജ്, ഫറൂഖ് കെ എച്ച്, പ്രിയ സുഹൃത്ത് താഹിർ മിസ്ബാഹി, അബു മജസ്തിക്, ഷംസുദ്ദീൻ കൂടാലി, റിയാസ് മടിവാള, റഹീം ചാവശ്ശേരി, ടി സി മുനീർ സാഹിബ്, SKSF ബാംഗ്ലൂർ ചാപ്റ്റർ പ്രസിഡന്റ് പ്രിയ സുഹൃത്ത് അസ്ലം ഫൈലി, ബഹുമാനനായ ജുനൈദ് സാഹിബ്, യാക്കൂബ് എ അലവി, സമദ് മൗലവി, അയ്യൂബ് ഹസനി, ബഹുമാനനായ നാസർ ഹാജി VK, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ആദരണീയരും ബഹുമാനിലുമായ മഹത് വ്യക്തിത്വങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെൻ്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. അതിരട്ട ദയാപരനും അത്യുദാരനും അതുല്യനും അദൃശ്യനും അനുഗ്രഹദാതാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിൻ്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറി അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ, സാധാരണയൊക്കെ അനുശോചന അനുസ്മരണ സമ്മേളനങ്ങളിൽ സൂചിപ്പിക്കാറുള്ളത് പോലെ അകാലത്തിൽ വിട പറഞ്ഞു പോയ എന്ന് നാം ഓർമ്മിപ്പിക്കുന്ന അകാലം എന്ന ഒരു പദം തന്നെ ഇസ്ലാമിൽ അന്യമാണ്. മരണത്തിന് അകാലമില്ല. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. കാലമെത്തിയാൽ രംഗബോധമില്ലാത്ത കോമാളി എന്ന് MT വിശേഷിപ്പിച്ച, ആരുടെ മുമ്പിലേക്കും രംഗബോധമില്ലാതെ കടന്നു വരുന്ന മരണം ജീവിതത്തിൻ്റെ നാൾവഴികളിലൂടെ ഇടയിലുള്ള ജീവിതയാത്രയിൽ തൻ്റെ ഏകാന്ത പതികയെ ഒറ്റയ്ക്കാക്കി വിട പറഞ്ഞു പോയ, നമ്മുടെ ഇടയിൽ പെട്ടെന്ന് ജ്വലിക്കുകയും അതിനേക്കാൾ ക്ഷിപ്രമായി അസ്തമിക്കുകയും ചെയ്ത, മനസ്സിൽ ഒരു നൊമ്പരമായി, നോവായി, കണ്ണുനീരായി, അതിനേക്കാൾ വല്ല യശോധാവല്യം നിറഞ്ഞ ഒരു ആയുസ്സായി നമ്മുടെ മുമ്പിൽ ഇന്നും മായാതെ മറയാതെ നിലനിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ സാലിഹ് കൊയ്യാട്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വമജ്ജിദ് വൽജഅഹു വജഅലിൽ ജന്നത മഅവാഹു. അല്ലാഹു അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനവും മജ്ലിസ് നൂറിന്റെ വാർഷികവും നടത്തപ്പെടുന്ന ഈ വേദിയിൽ മുഖ്യപ്രഭാഷണം എന്ന കർമ്മത്തിനു വേണ്ടിയാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. നിശ്ചയിച്ചതിൽ നിന്ന് വളരെയേറെ വൈകി നമ്മുടെ ഈ സദസ്സ് തുടങ്ങുമ്പോൾ ബഹുമാനനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ പോലെ പ്രമുഖരായ നാം ആഗ്രഹിക്കുന്ന നമ്മുടെ മഹനീയമായ സാന്നിധ്യം എൻ്റെ പ്രഭാഷണ ദേശം മജ്ലിസ് നൂർ നടക്കും. മഹാനായ സയ്യിദ് അവറുകളുടെ ഭക്തി നിർഭരമായ ദുആയോടുകൂടി ഈ പുണ്യമായ സന്ധ്യ ആത്മീയതയുടെ രജതരേഖയിൽ അസ്തമിക്കും. അതുകൊണ്ട് കൂടുതൽ സമയം അനുവദിക്കപ്പെടാത്തത് കൊണ്ട് ഒരു മണിക്കൂർ ഏറിയാൽ 1 മണിക്കൂർ 15 മിനിറ്റ്, ഇതാണ് 2 വിഷയങ്ങൾ. ഒന്ന് സാലിഹ് കൊയ്യോട് അനുസ്മരണവും മജ്ലിസ് നൂർ, ഈ 2 വിഷയങ്ങളും പറയാനുള്ള സമയം എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ, ആമുഖത്തിൻ്റെ ഒരു ആവർത്തന വിരസതയില്ലാതെ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. വളരെ പണ്ട് കേട്ടുപോയ ഒരു മുത്തശ്ശി കഥയുണ്ട്. ഒരു വിജനമായ കാട്ടിൽ ഒരു മുത്തശ്ശി ഒരു ചെറിയ കുടിലിൽ താമസിച്ചിരുന്നു അത്ര. അവർ രാവിലെയും വൈകുന്നേരവും തൻ്റെ ജീവിത ആവശ്യത്തിന് വെള്ളം കോരാൻ കാടിന് അങ്ങേയറ്റത്തുള്ള ഒരു അരുവിയിലേക്ക് കടന്നു പോകും. വെള്ളം കോരാൻ പോകുന്ന വഴിയിൽ 2 കുടവുമായി അരുവിയിൽ വെള്ളം കോരാൻ പോകുന്ന കിഴവി ആ വെള്ളവും കോരിക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ 2 മൺകുടങ്ങൾ തൻ്റെ ഇടതുഭാഗത്തും ഒന്ന് വലതുഭാഗത്തും വെച്ച് 2 കൈയിൽ അങ്ങനെ താങ്ങിയെടുത്തിട്ടാണ് അവർ കടന്നു വരിക. പക്ഷേ അവർ വെള്ളം കോരാൻ കണ്ടു പോകുന്ന ഒരു കുടത്തിന് ചെറിയൊരു സുഷിരം വീണു. കാലപ്പഴക്കങ്ങാനത്താൽ മൺകുടത്തിന് സുഷിരം വീണപ്പോൾ
ആ മൺകുടം അവർ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അരേബ്യയിൽ നിന്ന് 2 കുടത്തിലും വെള്ളം നിറച്ച് ആ കുടം രണ്ട് എളിയിൽ വെച്ച് അതുമായി നടന്നു പോകുമ്പോൾ അങ്ങകലെ കുടിലെത്തുമ്പോൾ ഇടതുഭാഗത്തുള്ള സുഷിരം വീണ മൺകുടത്തിൽ വെള്ളമൊന്നും ബാക്കിയുണ്ടാവില്ല, കാലിയാണ്. കഥാസാങ്കല്പികമാണ്. ഫോർ എക്സാമ്പിൾ, പഠിക്കാനേറെയുണ്ട് ചില കഥകളിൽ. ഇങ്ങനെ നിരന്തരമായി ഈ കുടവുമായി പോയപ്പോൾ വലതുഭാഗത്തിരുന്ന കുടമൊരിക്കൽ മുത്തശ്ശിയോട് പറഞ്ഞു, പത്രേ, നിങ്ങൾ എന്ത് ബുദ്ധിശൂന്യതയാണ് കാണിക്കുന്നത്? വെള്ളം കോരിക്കൊണ്ടുപോയാൽ വീട്ടിലെത്തിയാൽ ഒരു തുള്ളി വെള്ളം പോലും തരാത്ത ഈ സുഷിരമുള്ള കുടവും വെച്ചുകൊണ്ട് നിങ്ങൾ എന്തിന് യാത്ര ചെയ്യുന്നു? ഈ മൺകുടം ഉടച്ചു കളഞ്ഞുകൂടെ? ഇനി അതിനെ കൊണ്ടൊരു പ്രയോജനമില്ല എന്ന് വലതുഭാഗത്തിരുന്ന മൺകുടം മുത്തശ്ശിയോട് ആവലാതി പറഞ്ഞു പത്രേ. ആ സമയത്ത് ആ ചെറിയ കിളവി പറഞ്ഞ ഒരു മറുപടിയുണ്ട്. വലതുഭാഗത്ത് നിറഞ്ഞ ആ മൺകുടത്തിനോട് ഇടതുഭാഗത്ത് സുഷിരം വീണ് ഒരു തുള്ളി വെള്ളം പോലും അവശേഷിക്കാതെ കടന്നു പോകുന്ന ആ മൺകുടം വലിച്ചെറിയൂ എന്ന് പറഞ്ഞ വലതുഭാഗത്തെ മൺകുടത്തോട് കിഴവി പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ കിഴവി പറഞ്ഞു, ഞാൻ പതിവായി വെള്ളം കോരാൻ പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്ന ആ വഴിയൊന്ന് നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഇടതുഭാഗത്ത്, ആ വടിയുടെ കിഴവി നടന്നു വരുന്നതിൻ്റെ ഇടതുഭാഗത്തു മാത്രം ധാരാളം സസ്യങ്ങളും സസ്യലതാദികളും പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. വലതുഭാഗത്താണെങ്കിലോ ഒരു സസ്യം പോലുമില്ലാതെ, ഒരു പച്ചപ്പ് പോലുമില്ലാതെ വെറും ഒരു മണൽ കൂനമായി, വെറും മൺകൂനയായി, വെറും ചരൽക്കല്ലുകളായി വലതുഭാഗം നിൽക്കുന്നു. കിഴവി ചോദിച്ചു പത്രേ വലതുഭാഗത്തെ മൺകുടത്തോട്, ഇടതുഭാഗത്തെ മൺകുടത്തിന് സുഷിരമാണെങ്കിലും അത് നടന്നു വന്ന വടികളിൽ മുഴുവനും പച്ചപ്പുകളും സസ്യങ്ങളും മുളപ്പിക്കാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നീ ശേഖരിച്ചത് മുഴുവനും തൂവാതെ തുളുമ്പാതെ കുടിലെത്തുമ്പോൾ എനിക്ക് തരുമെങ്കിലും നീ വന്ന വടിയിൽ ഒരു പച്ചപ്പ് പോലും മുളയ്ക്കിപ്പിക്കാൻ, ഒരു സസ്യം പോലും മുളപ്പിക്കാൻ നിനക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ജന്മം കൊണ്ട് സാഫല്യമുള്ളത് സുഷിരം വീണ കുടത്തിനാണ് എന്ന് കിഴവി പറഞ്ഞൊരു മറുപടിയുണ്ട്. ഇത് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ 2 തരത്തിലാണ്. ഒന്ന്, തനിക്ക് കിട്ടുന്നതെല്ലാം തൻ്റെ പള്ളയിലേക്ക് ഒതുക്കുകയും താനെന്ന് പറയുന്ന സ്വത്വത്തിലേക്ക് ഒതുക്കുകയും ആർക്കും കൊടുക്കാതെ, വകഞ്ഞു പോകാതെ, തൂവാതെ തുളുമ്പാതെ തന്നിൽ മാത്രം ഒതുക്കി നിന്ന് നടന്നു പോകുന്ന വടികളിൽ ഒരു പച്ചപ്പ് പോലും മുളപ്പിക്കാൻ കഴിയാത്തവൻ. എന്നാൽ തനിക്ക് കിട്ടിയത് മുഴുവനും വരുന്ന വടിയിൽ മുഴുവനും കൊടുത്ത് അവസാനം എത്തുമ്പോൾ തനിക്ക് വേണ്ടി ഒരു തുള്ളി പോലും അവശേഷിക്കാതെ ശൂന്യമായ കൈയോടെ നടന്നു പോകുമ്പോഴും നടന്നു വന്ന വടികളിൽ മുഴുവനും ഇടതൂർന്ന പച്ചപ്പുകളും സസ്യങ്ങളും മുളപ്പിച്ചു പോയ മറ്റൊരു ജന്മം. യഥാർത്ഥത്തിൽ അതായിരുന്നു സാലിഹ് കൊയ്യോട്. തനിക്ക് കിട്ടിയത് മുഴുവനും മറ്റൊന്നിനു വേണ്ടി സമർപ്പിക്കുകയും വാരിക്കോരി കൊടുക്കുകയും അവസാനം തന്റെ ജീവിതത്തിന്റെ നാൾവടികളിൽ നടന്നു തീർന്നപ്പോ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ കുടുംബത്തിനോ തന്റെ ഭാര്യക്കോ തന്റെ മക്കൾക്കോ ഒന്നും അവശേഷിക്കാതെ ജീവിതം മുഴുവനും ഒരു സമസ്യ പോലെ കൊണ്ടുപോയ സാലിഹുമായി ഒരു ദിവസം കൊണ്ടൊരു ജന്മത്തെ ബന്ധമുള്ള ഒരാൾ എന്ന രീതിയിലാണ് സാലിഹിനെ ഞാൻ അനുസ്മരിക്കുന്നത്. സാലിഹിന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അറിയാം, ജമാലിനോടും റിയാസിനോടും നടന്നു പോകുന്ന വടികളിൽ സാലിഹ് മുഴുവനും വരുന്ന വടികൾ വിതറിയെങ്കിലും സാലിഹിന് വേണ്ടി ബാക്കി വെക്കാൻ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ബാക്കി വെക്കാൻ, തന്റെ മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കാൻ ഒരു മലർവില്ലും ഒരു മാരിവില്ല് വിരിഞ്ഞ് അതിന്റെ ശബളിമ കണ്ടു നിന്നവരെ മുഴുവനും മഞ്ഞളിപ്പിച്ചപ്പോ കവി പറഞ്ഞതുപോലെ അതിരട്ടഴവില്ലതായ കാർവില്ല് അതിവേഗേന മറഞ്ഞു പോകുമല്ലോ, കാണാൻ കൊതിയുള്ള മാരിവില്ല് കൊതിപ്പിച്ചിട്ട് പെട്ടെന്ന് മറഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ മുമ്പിൽ നിസ്വാർത്ഥതയുടെ സ്വരൂപമായി, സമർപ്പണത്തിന് ആത്മരൂപമായി, ഇഖ്ലാസിന്റെ ഏറ്റവും വലിയ മുഖമായി നമ്മുടെ മുമ്പിൽ കൊതിപ്പിച്ചു നിന്ന് കണ്ടു കൊതി തീരുന്നതിന് മുമ്പേ ഒരു മാരിവില്ല് മാനത്ത് മറഞ്ഞു പോയതുപോലെ കടന്നുപോയ സാലിഹ് കൊയ്യോട്, സാലിഹേ, അങ്ങകലെ കുഴിമാടത്തിന്റെ ഉള്ളിലെ മണ്ണുകൾ നിന്നെ അസ്ഥിപഞ്ചരങ്ങളെ അവരുടെ ഭക്ഷണമാക്കി മാറ്റിയെങ്കിലും നിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്റെ ആത്മാവുകൾ ശ്രവിക്കാനെത്തുന്നുവെങ്കിൽ സാലിഹേ, നിന്നോട് പറയാൻ ഞങ്ങൾക്കൊന്നു മാത്രം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരാൾ മരിച്ചതിന് ശേഷം അവന്റെ മയ്യത്തിന്റെ പുറകിലിരുന്ന് അവന്റെ സഹകാരികളും സഹപാഠികളും സഹചാരികളും അവനെക്കുറിച്ച് പറഞ്ഞതെന്തോ അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ തീരുമാനമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാലിഹിനെ കുറിച്ച് നമുക്ക് ആശങ്കയില്ല. ഒരാൾ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴല്ല, ഒരാൾ ജീവിതത്തിൽ അവന്റെ ആഢ്യത്വവും അവന്റെ പ്രകടനപരതയും അവന്റെ അധികാരവും അവന്റെ സമ്പത്തും അവന്റെ സന്താനങ്ങളും അവന്റെ മുഖത്തിന്റെ അവന്റെ നിലനിൽപ്പിന്റെ അടയാളങ്ങളായി നിറഞ്ഞു നിൽക്കുമ്പോഴല്ല,
മലർന്ന് മണ്ണിന്റെ അടിയിൽ മലർന്നു കിടക്കുമ്പോൾ മാനവ മനസ്സുകളിൽ മായാതെ മറയാതെ ഒരു മൺവിളക്ക് പോലെ ജ്വലിക്കാൻ കഴിയുന്ന സാലിഹേ, നിന്റെ ആത്മാവ് ഇല്ലിയിലേക്ക് കടന്നു പോകുമ്പോ പടച്ച തമ്പുരാന്റെ മലക്കുകൾ നിന്നെ എന്ത് പറഞ്ഞ് സ്വാഗതം ചെയ്തോ അതാണ് നിന്റെ സുഹൃത്ത് ജമാൽ ഇവിടെ പറഞ്ഞത്, ജമാൽ വിതുമ്പിയത്. അതാണ് ലത്തീഫാജി ഇവിടെ പറഞ്ഞത്. സാലിഹ് ആത്മാർത്ഥതയുടെ നിഷ്കളങ്ക രൂപമായിരുന്നു, സാലിഹ് അഖ്ലാസിന്റെ രൂപമായിരുന്നു, സാലിഹ് സമർപ്പണമായിരുന്നു, ഡെഡിക്കേഷൻ ആയിരുന്നു. തനിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച, അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച ആ സാലിഹിനെ കുറിച്ചൊന്ന് പറയാൻ ഈ ഉദ്യാന നഗരിയുടെ പാതിരാത്രിയിൽ തങ്ങളുടെ ഇടയിൽ ജീവിച്ചൊരു യുവാവിനെ കുറിച്ച് അനുസ്മരിക്കാൻ ആബാലവൃദ്ധം ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നുവെങ്കിൽ ഒരു ജന്മം കൊണ്ട് ഹ്രസ്വമായ ഒരു ആയുസ് കൊണ്ട് ഒരു ജന്മത്തെ എങ്ങനെ സാഫല്യത്തിലെത്തിക്കാമെന്ന് കാണിച്ചു കൊടുത്ത അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന കവിയുടെ വാക്കുണ്ട്. അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ലോകത്തെ ഏറ്റവും വിവേകമുള്ളവൻ അന്യനു വേണ്ടി സ്വന്തം ജീവിതത്തെ സമർപ്പിച്ചവനാണ്. അവന് വേണ്ടി കരയാൻ ഇന്ന് നാം ഇവിടെ എത്തിയത് സാലിഹിന് വേണ്ടി കരയാനാണ്, സാലിഹിനെ ഓർമ്മിക്കാനാണ്. പക്ഷേ സാലിഹ് ഒന്നുമില്ലാത്തവനായിരുന്നു ഒരു യുവാവ്. പക്ഷേ സാലിഹിനേക്കാൾ വലിയ അധികാരമുണ്ടായിരുന്ന കോടീശ്വരന്മാരും ഏകാധിപതികളും സർവാധിപതികളും സ്വേച്ഛാധിപതികളും ഒരു ചൂണ്ടുവിരൽ കൊണ്ട് ലോകത്തെ നയിക്കുമെന്ന് പറഞ്ഞവർ ഈ ലോകത്ത് മണ്ണിൽ ജനിക്കുകയും മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാക്കിഹീൻ. ഓർത്തിരിക്കണം ഈ വാക്കുകൾ വല്ലപ്പോഴൊക്കെ. അള്ളാഹു ചോദിച്ചു, അവരൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് മരിച്ചുപോയി. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, എത്രയെത്ര അരുവികളും തോട്ടങ്ങളും ഉദ്യാനങ്ങളും അവരവരുടെ പാർപ്പിട സമുച്ചയങ്ങളാണ് അവർ ഈ മണ്ണിന്റെ മുകളിൽ ബാക്കിയാക്കി മണ്ണിന്റെ അടിയിലേക്ക് അവർ നടന്നുപോയത്. പക്ഷെ ഇത്രയും വലിയ അടയാളങ്ങൾ മണ്ണിന്റെ മുകളിൽ വെച്ചിട്ട് അവർ കടന്നുപോയപ്പോഴും അള്ളാഹു പറയുകയാണ് ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. അവർ മരിച്ചു വീണപ്പോൾ അവർക്ക് വേണ്ടി ആകാശം കരഞ്ഞില്ല, അവർക്ക് വേണ്ടി ഭൂമി കരഞ്ഞില്ല, അവർക്ക് വേണ്ടി കണ്ണുനീര് പൊടിക്കാൻ ഈ ഭൂമിയുടെ പുറംതൊലിയുടെ മുകളിൽ അവരാരെയും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ അതുകൊണ്ട് ഭൂമിയിലെ വിജയികളല്ല. ഈ ആയത്തിറങ്ങിയപ്പോൾ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തുകൾ ചോദിച്ചു, നബിയേ ഹൽ തബക്കി സമാഉ വൽ അർദു അലാ മൗതി അഹദിൻ. ഈ ആയത്ത് നിങ്ങൾ കേട്ടിരിക്കണം. നമ്മുടെ ജീവിതം സ്വാർത്ഥകമാവണം. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ നമ്മൾ അനുസ്മരിക്കുന്നത് സ്വാലിഹിനെയാണ്. ആരെയാണ്? സ്വാലിഹിനെയാണ്. ഹബീബായ നബിയോട് ചോദിച്ചു, നബിയെ ഹൽ തബക്കി സമാഉ വൽ അർദു അലാ മൗതി അഹദിൻ. ആരെങ്കിലും ഒരാൾ മരിച്ചു പോയാൽ അവന് വേണ്ടി ആകാശം കരയുമോ നബിയെ? ഭൂമി കരയുമോ നബിയെ? എങ്ങനെയാണ് മണ്ണിന്റെ മുകളിൽ ആത്മാവ് വേർപെട്ടൊരു ദേഹിയിൽ നിന്ന് ദേഹത്ത് നിന്ന് ദേഹി വിട പറഞ്ഞ് വെറും ഒരു ജഡികമായ ശരീരമായി 12 മണിക്കൂർ കഴിഞ്ഞാൽ ദുർഗന്ധം വമിക്കാൻ തുടങ്ങുന്ന 24 മണിക്കൂർ കഴിഞ്ഞാൽ അസ്ഥികളിൽ നിന്ന് മാംസം വേർപെടാൻ കാത്തു നിൽക്കുന്ന ഒരു ഭൗതിക ശരീരത്തെ നോക്കി നീലവിഹായസുകൾ എങ്ങനെയാണ് നബിയെ കരയുന്നത്? ഈ ഭൂമി എങ്ങനെ കരയുന്നു നബിയെ? ഒരാൾ മരിച്ചാൽ ആകാശവും ഭൂമിയും കരയുമോ എന്ന് ചോദിച്ചപ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. നാം അനുസ്മരിക്കുന്നത് ആരെയാണ്? സാലിഹിനെയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതെ ഇദാ മാത്തൽ അബ്ദു സാലിഹ്, ഇദാ മാത്തൽ അബ്ദു സാലിഹ്. അല്ലാഹുവിന്റെ തിരുദൂതരുടെ മറുപടി പറഞ്ഞു, സഹാബ ഇദാ മാത്തൽ അബ്ദു സാലിഹ്, അല്ലാഹുവിന്റെ സാലിഹായ ഒരു അടിമ മട പറഞ്ഞു പോയാൽ, അല്ലാഹുവിന്റെ സാലിഹായ ഒരു അടിമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ, അല്ലാഹുവിന്റെ അടിമയല്ല, ആ അടിമ സാലിഹാണെങ്കിൽ, അവന് സച്ചരിതനാണെങ്കിൽ, അവനെ ഈ ഭൂലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ അവന് വേണ്ടി ആകാശവും ഭൂമിയും പൊട്ടിക്കരയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഉടനെ തിരുദൂതരോട് ചോദ്യം വന്ന്, നബിയേ യാ റസൂലല്ലാഹ്
ആകാശവും ഭൂമിയും കരയുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത് തിരുദൂതരെ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ആകാശം കരയുമെന്ന് പറഞ്ഞാൽ ആകാശത്തിൽ 2 കവാടങ്ങളുണ്ടത്രേ. ആ കവാടത്തിൽ 2 മലക്കുകൾ കാവൽ നിൽക്കുന്നുണ്ട്. ഒരു കവാടത്തിലൂടെയാണ് ഒരു അടിമ ചെയ്യുന്ന ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങളും അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഹാജരാക്കപ്പെടുക. അതേ സമയത്ത് മറുകവാടത്തിലൂടെ അല്ലാഹു ആ മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ, അവന്റെ റിസുക്കുകൾ, അവന്റെ ബറക്കത്തുകൾ, അല്ലാഹു ആ അടിമക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ഇറങ്ങി വരുന്നത് മറ്റൊരു വാതിലൂടെ. അടിമ അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന ആരാധനകൾ, അവന്റെ ഇമാറത്തുകൾ, അവന്റെ തസ്ബീഹുകൾ, അവന്റെ തഹ്ലീലുകൾ, അവന്റെ സദഖകൾ, അവന്റെ സമർപ്പണങ്ങൾ, അവന്റെ ത്യാഗങ്ങൾ, അവന്റെ ദിക്റുകൾ, അവന്റെ അടക്കങ്ങൾ, അവന്റെ അനക്കങ്ങൾ എല്ലാം കടന്നു പോകുന്നത് മറ്റൊരു കവാടത്തിലൂടെയാണ്. നിരന്തരമായി സൽക്കർമ്മം ചെയ്യുന്നവന്റെ സൽക്കർമ്മം മുഴുവനും ആകാശത്തിന്റെ കവാടത്തിലൂടെ പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് നൈരന്തര്യമായി കടന്നു പോകുമ്പോ ആ മനുഷ്യനെങ്ങാനും മരിച്ചുപോയാൽ ആ കവാടത്തിൽ നിൽക്കുന്ന മലക്ക് പൊട്ടിക്കരയുമത്രേ. ആ കരി നിൽക്കുന്ന മലക്ക് പൊട്ടിക്കരയുമത്രേ. എന്നിട്ടും മലക്ക് പറയുമത്രേ, അല്ലാഹുവേ, നിന്റെ സാലിഹായ അടിമ മരണപ്പെട്ടു പോയല്ലോ, ഇനി അവന്റെ തസ്ബീഹ് വരില്ലല്ലോ, ഇനി അവന്റെ നമസ്കാരം വരില്ലല്ലോ, ഇനി അവന്റെ ദിക്ർ വരില്ലല്ലോ, ഇനി അവന്റെ ജീവിതത്തിന്റെ സൽക്കർമ്മങ്ങൾ വരാൻ ഈ ആകാശത്തിന്റെ കവാടമിനെ തുറക്കില്ലല്ലോ അല്ലാ. എന്നാ കവാടത്തിന് കാവൽ നിൽക്കുന്ന മലക്ക് പൊട്ടിക്കരയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതേ സമയത്ത് മറുകവാടത്തിൽ കാവൽ നിൽക്കുന്ന മലക്ക് പറയുമത്രേ, അല്ലാഹുവേ, അടിമ വിട പറഞ്ഞു പോകുമ്പോ ഇനി അവന് നീ ചൊരിഞ്ഞു കൊടുക്കുന്ന റിസ്കുകൾ, അവന് കൊടുക്കുന്ന നന്മകൾ, അവന് ചെയ്യുന്ന ബറക്കാത്തുകൾ, ഇതൊന്നും ഇനി വരില്ലല്ലോ അല്ലാ എന്ന് പറഞ്ഞിട്ട് ആകാശത്തിന്റെ 2 കവാടങ്ങളിൽ നിൽക്കുന്ന മലക്കുകൾ പൊട്ടിക്കരയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സാലിഹ് കൊയ്യോടെന്ന് പറഞ്ഞ് കൊടിഞ്ഞുപോയൊരു താരകത്തെ ഓർത്ത് പിന്നിൽ നിന്ന് ദുഃഖം പൊഴിക്കുന്ന പൊന്നമ്പിളിയെ പോലെ നാം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ജീവിതത്തെ അനുസ്മരിച്ചിട്ട് തിരിച്ചു പോകാനല്ല. ഞാനും നിങ്ങളും നാളെ മരിച്ചു പോയാൽ, നാളെയാണ് മരണം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ, ഈ നിൽക്കുന്ന നിൽപ്പിലെങ്ങാനും നാമെങ്ങാനും മരണപ്പെട്ടു പോയാൽ നമ്മുടെ മരണവാർത്ത അറിഞ്ഞിട്ട് കരയാനുള്ളതാരാണ്? മരിച്ചു കിടക്കുന്ന നമ്മുടെ പുറകിൽ നിന്ന് അവനവന്റെ ഭാര്യയും മക്കളുമല്ല പൊട്ടിക്കരയേണ്ടത്. അഹമ്മദ് കബീർ മരിച്ചെന്ന് കേട്ടാൽ അവന്റെ മക്കൾ കരഞ്ഞേക്കാം, അവന്റെ ഭാര്യ കരഞ്ഞേക്കാം, അവന്റെ ഉമ്മ കരഞ്ഞേക്കാം. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെന്ന് നീ കിടക്കുന്നേ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. തഴവ ഉസ്താദ് വിവരിച്ചതുപോലെ പൊന്നുമ്മ കരയുന്നുണ്ട്, പുത്രന്മാര് കരയുന്നുണ്ട്, ഭാര്യ കരയുന്നുണ്ട്. ആ കണ്ണുനീരിന്റെ പുറകിലും ഒരു വേറൊരു അപരാധിയുണ്ട്. കരയുന്നവൻ മുഴുവനും പറയുന്നത്, അല്ലാഹുവേ, ഇനി ഞങ്ങൾക്ക് ആരാണുള്ളത്? ഈ ഭൂമിയിൽ ഞങ്ങൾ ഒറ്റയാക്കിയിട്ട് എന്റെ ഭർത്താവ് തിരിച്ചു പോയല്ലോ. അപ്പോഴും കരച്ചിൽ ഒറ്റയ്ക്ക് ഭൂമിയിലായ അവളെ കുറിച്ചാണ്, കബറിലേക്ക് ഒറ്റയ്ക്ക് പോയ നിന്നെ കുറിച്ചിട്ടല്ല. അതുകൊണ്ട് അവനവൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ പുറകിൽ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയതിന്റെ വ്യതകൾ പറഞ്ഞിട്ട് എണ്ണം പറഞ്ഞു കരയുന്ന ഭാര്യയുടെ കണ്ണുനീരല്ല. ഈ ഭൂമിയിൽ മരിച്ചു കിടക്കുമ്പോ, അവനവൻ മരിക്കുമ്പോ ആകാശത്തെ കൊണ്ട് പൊട്ടിക്കരയിപ്പിക്കാൻ ആർക്ക് കഴിയുന്നുവോ അവനാണ് ഇദാ മാത അബ്ദു സാലിഹ്, അവനാണ് സാലിഹായ അടിമ, അവനാണ് സാലിഹായ അടിമ. അവനവൻ മരിക്കുമ്പോ അവനവന് വേണ്ടി ആകാശം പൊട്ടിക്കരയണം. നബിയെ, ഭൂമി കരയുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞ്, ഭൂമി കരയുമെന്ന് പറഞ്ഞാൽ അവൻ നടന്നു പോയ വടികളിലുള്ള പുല്ലുകൾ പൊട്ടിക്കരയാൻ തുടങ്ങും. രാവിലെ ആകുമ്പോ അവൻ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയ വടികളിൽ ഏതൊക്കെ പുൽനാമ്പുകളുണ്ടോ ആ പുല്ലുകൾ കരയുമത്രേ. അല്ലാഹുവേ, ഇനി അവൻ ബാങ്ക് കേൾക്കുമ്പോ അവന്റെ കാലടി ശബ്ദം കേൾക്കുകയില്ലല്ലോ, അവനെന്നെ മുകളിൽ തട്ടി നടന്നു പോവില്ലല്ലോ.
സന്ധ്യാസമയത്ത് പെണ്ണെ നീ ഖുർആൻ ഓതുമ്പോ നിന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന മരങ്ങൾ അത് ശ്രവിക്കുന്നുണ്ട്. അവ കരയാൻ തുടങ്ങും. അല്ലാഹുവേ, അവൻ മരിച്ചുപോയല്ലോ, ഇനി അവന്റെ ഖുർആൻ ഓതുന്നത് ഞാൻ കേൾക്കുകയില്ലല്ലോ, ഇനി അവന്റെ ദിക്റ് കേൾക്കുകയില്ലല്ലോ എന്ന് ഈ ഭൂമിയിൽ നിന്റെ കർമ്മത്തിന് സാക്ഷികളായി നിൽക്കുന്ന എല്ലാ വസ്തുക്കളും വൃക്ഷങ്ങളും തരുക്കളും ലതകളും എന്ന് വേണ്ട എല്ലാം നിന്നെ ഒരു അബുദായ സാലിഹായ അബുദ് മരണപ്പെട്ടു പോയാൽ അവന് വേണ്ടി കരയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊന്നുമോനെ സാലിഹേ, നിനക്ക് വേണ്ടി കരയാൻ ഒത്തിരി പുൽനാമ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു. നിന്റെ കർമ്മങ്ങൾക്ക് സാക്ഷ്യം നിന്ന് അവസാനം വെള്ള തുണിയിൽ നിന്നെ കൊണ്ടുപോകുമ്പോ ഗദ്ഗതത്തോടെ കരഞ്ഞ ഒത്തിരി ആളുകളുണ്ട്. കാരണം നീ ജീവിച്ചത് നിനക്ക് വേണ്ടിയായിരുന്നില്ല, നീ ജീവിച്ചത് സമസ്തക്ക് വേണ്ടിയായിരുന്നു, നീ സമർപ്പിച്ചത് സ്വയസ്സിന് വേണ്ടിയായിരുന്നു. ഒരു ദിവസം കൊണ്ടൊരു ജന്മം മുഴുവൻ ലോകത്തോട് പറഞ്ഞ സാലിഹ് കൊയ്യോടെന്ന ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത സാലിഹ് കൊയ്യോടിന്റെ അനുസ്മരണം നടത്തണമെന്ന് പ്രിയ സുഹൃത്ത് ജമാലിനോട് പറയുമ്പോ ഞാൻ പറഞ്ഞു, ജമാലെ ഹജ്ജിന് പോകാനുള്ള യാത്രയുടെ തിരക്കിലാണ്, ബാംഗ്ലൂർ വരെ വന്നൊരു ദീർഘയാത്ര കഴിഞ്ഞ് ബസ്സംഗം കഴിഞ്ഞ് തിരിച്ചു പോകാൻ. എന്നോട് പറഞ്ഞു, നമ്മുടെ സാലിഹിൻ്റെതല്ലേ, എന്നാൽ സാലിഹുമായിട്ട് എനിക്കൊരൊറ്റ ദിവസത്തെ ബന്ധമേ ഉള്ളൂ, അത് SYSന്റെ ആനിവേഴ്സറിക്ക് ഇവിടെ വരുമ്പോഴാണ്. ഒരു ദിവസം കൊണ്ടൊരു ജന്മം പോലെ അവൻ എന്നെ വിസ്മയിപ്പിച്ചു കളഞ്ഞു. ഒരൊറ്റ ദിവസം ഹോട്ടലിൽ താമസിച്ചു, രാത്രിയിൽ ഒരു ഭക്ഷണം കഴിഞ്ഞ് പിരിഞ്ഞു. ഞാൻ എൻ്റെ ഉള്ളു തുറന്ന് സംസാരിക്കുകയാണിപ്പോ. പിറ്റേ ദിവസം രാവിലത്തെ ഫ്ലൈറ്റിന് ഞാൻ തിരിച്ചുപോയി. സാലിഹും ഞാനും തമ്മിലുള്ള സഹവാസം ഒരൊറ്റ ദിവസം മാത്രം. SYSന്റെ ചരിത്ര പ്രധാനമായ സമ്മേളനം ബാംഗ്ലൂർ കഴിഞ്ഞു. മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം സാലിഹ് വിളിക്കുന്നു. വൈകുന്നേരമാണ് സാലിഹിന്റെ വിളി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭാഗവി, രാവിലെ മുതൽ വിളിക്കുന്നതാണ് എടുക്കാത്തതിന്റെ എന്തോ ചെറിയ ഒഴിവുകൾ പറഞ്ഞ് മഗ്‌രിബിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത്, യാത്രയിലാണ് ഫോൺ എടുക്കുന്നത്. സാലിഹിനോട് പറഞ്ഞു, ഭാഗവി, നമ്മൾ തമ്മിൽ ഒരു ദിവസമേ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ടു. സാലിഹാൻ എന്നോട് പറഞ്ഞത് അത്ഭുതപ്പെട്ട് ഞാൻ. ഇപ്പോഴും അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ എന്നോട് ഭക്ഷണം കഴിക്കുമ്പോൾ ചോദിച്ചു ആ സ്വപ്നത്തിന്റെ കാര്യം. എന്നോട് പറഞ്ഞു, ബാക്കവി ഉസ്താദേ, ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു, നിങ്ങൾ വഅദ് പറയുന്നു, മുന്നിൽ ഞാൻ ഇരിക്കുന്നു. കുറെ കഴിഞ്ഞപ്പം വഅദ് പറയുന്ന ആള് മാറി, നിങ്ങൾ മാറി. പിന്നെ ഇവിടെ വെള്ള വസ്ത്രം ധരിച്ച ചന്ദ്രമുഖമുള്ള മറ്റൊരാൾ ആ മുമ്പിൽ പോയി നിന്ന് ഖുർആൻ കേട്ടിട്ട് കരയുന്ന ഞാൻ. എന്താണ് അതിന്റെ പൊരുളെന്ന് ചോദിച്ചപ്പോ വെറുതെ ഒരാശ്വാസം പോലെ അത്ഭുതത്തോടെ പറഞ്ഞു. പിറ്റേ ദിവസം ഏതാണ്ട് ഉച്ചമണിയായി. ജമാലിന്റെ ഫോൺ എന്റെ നമ്പറിൽ അടിക്കുന്നുണ്ട്. എന്തെന്നറിയാതെ എടുത്തപ്പോഴാണ് അപ്പുറത്ത് നിന്ന് കണ്ണീരോടെ കേട്ടത്, ഉസ്താദേ, നമ്മുടെ സാലിഹ് മരണപ്പെട്ടു പോയി. ജീവിതത്തിൽ ഞാൻ അത്ഭുത സ്തബ്ധനായി. അങ്ങനെ ചില സമയങ്ങളിലേ നിന്നിട്ടുള്ളൂ. എന്നോട് പറഞ്ഞു, ഉസ്താദേ, നമ്മുടെ സാലിഹ് മരണപ്പെട്ടു പോയി. വിശ്വാസം വരാതെ വീണ്ടും ചോദിച്ച്, ഏത് സാലിഹ്? നമ്മുടെ സാലിഹ് കൊയ്യോട്. അല്ലാഹു സ്വർഗം പ്രദാനം ചെയ്യട്ടെ. തലേ ദിവസം ഒന്ന് സ്വപ്നത്തിൽ കാണുക, പിറ്റേ ദിവസം വാടിക്കൊടിഞ്ഞ പൂ പോലെ മരണം വരെ ജീവിതത്തിൽ മനസ്സിലൊരു അസ്വസ്ഥതയുടെ ദുഃഖം പരത്തിയിട്ട് ആ മനുഷ്യൻ തിരിച്ചു പോവുക. ആ മനുഷ്യൻ ജീവിച്ചിരുന്ന വഴികളൊക്കെ നല്ലതായിരുന്നു, സാലിഹ് ചെയ്തതൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടതായിരുന്നു, കാരണം അവൻ സമസ്തയുടെ സേവകനായിരുന്നു എന്നതിന്റെ അടയാളം പോലെ ഒരൊറ്റ ദിവസം കൊണ്ട് എന്നെ ഒരു ജന്മത്തിന്റെ വിസ്മയിപ്പിച്ച. അതുകൊണ്ടാണ് ഈ പരിപാടിക്ക് ഞാൻ തന്നെ എത്തിയത്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇതേപോലെ കൂട്ടുകാരായി ഞങ്ങളെ നാളെ നീ സ്വർഗത്തിലെത്തിക്കണേ അല്ലാഹുവേ. അൽഅഖില്ലാഉ യൗമഇദിൻ ബഅ്ദുഹും ലിബഅ്ദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖൂൻ.
നാളെ മുത്തഖീങ്ങൾ പരസ്പരം സ്വർഗ്ഗത്തിൽ കൂട്ടുകാരാണ്. വനസൈനാ മാഫി സുദൂരിഹിം മിന ഗില്ലിൻ ഇഖ്വാനാ അലാ സുറുരിന മുതഖാബിലീൻ. ആരുവിടെ പറഞ്ഞു പോയാലും നമ്മുടെ പ്രതീക്ഷ അതാണല്ലോ. നാളെ പരലോകത്ത് സ്വർണ്ണത്തിന്റെ കട്ടിലിൽ ആത്മാർത്ഥമായി സ്നേഹിച്ച കൂട്ടുകാർ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അങ്ങനെ ജീവിതത്തിൽ ഒരൊറ്റ രാത്രിയിൽ കണ്ടു പിരിഞ്ഞ് പിന്നെ ഒരു ജന്മം മുഴുവനും മനസ്സിൽ ഒരു അസ്വസ്ഥത പടർത്തിയ ഒരു മരണമായിരുന്നു സാലിഹിന്റെ മരണം. പെട്ടെന്ന് വിട പറഞ്ഞു. എന്തായിരുന്നു ആ സ്വപ്നം, അതിൻ്റെ വ്യാഖ്യാനം എന്ത്, ഒന്നും അറിയില്ല. ഇങ്ങനെ ജീവിതത്തിൽ ഒരല്പസമയം ജീവിച്ചിട്ട് മരിച്ചുപോയാൽ തന്നെക്കുറിച്ച് പറയാൻ 4 പേരെ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനാണ് യഥാർത്ഥ മുത്തഖി. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നാമീം പറയും സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ആ ഒരു വഴിയിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ എത്ര വർഷമാണ് സാലിഹ് ഇവിടെ ജീവിച്ചത്? ഇപ്പോൾ ജമാല് പറഞ്ഞല്ലോ 8 വർഷത്തെ ബന്ധം. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുകയാണ് സാലിഹിനെ. എങ്ങനെയാണ് സാലിഹിനെ, ഒരാൾ മരിച്ചു കഴിഞ്ഞാലാണ് ചിലപ്പോൾ അദ്ദേഹം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട ശൈഖുന കാളമ്പാടി ഉസ്താദ് നവ്വർ അല്ലാഹു മർക്കദ, മഹാനവറുകളുടെ വഫാത്തിന് ശേഷമാണ് മഹാനവറുകൾ എന്താണ് എന്ന് കേരളം അറിഞ്ഞത്. ജീവിച്ചിരുന്നപ്പോൾ നന്നായിട്ട് അറിഞ്ഞിരുന്നില്ല. ആരായിരുന്നു കാളമ്പാടി ഉസ്താദ് എന്നറിഞ്ഞത് ആ യശോധന്യമായ ജീവിതം കാലത്തിൻ്റെ യവനികക്കുള്ളിലേക്ക് നടന്നു പോയപ്പോഴാണ്. കാളമ്പാടി ഉസ്താദ് നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ് എന്ന് നാം തിരിച്ചറിഞ്ഞത് ആ മരണത്തിന് ശേഷമാണ്. മർഹൂം കെ.ടി. മാനു മുസ്ലിയാർ നവ്വർ അല്ലാഹു മർക്കദ, ഞാൻ കൽബ് തുറന്നു പറയുന്നത്, ആ ഒരു ശൃംഖലയിലും ആ ശൃംഖലയുടെ പുകടിൽ അതിൻ്റെ കൊടി പിടിച്ചവരും മരണത്തിൽ ലോകത്തെ ചിന്തിപ്പിച്ചിട്ടേ അവർ കടന്നുപോയിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ സാലിഹ് ഒരു വലിയ ജന്മമാണ്. നമ്മെ ചിലപ്പോൾ സാലിഹ് വല്ലാതെ അമ്പരപ്പിച്ച് കളയും. ഞാൻ സാലിഹിനെ മാത്രം പറഞ്ഞത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാവാനാണ്. കാരണം ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു 3 മാസം മുമ്പാന്ന് തോന്നും, ആരും അറിയാതെ ഞാനും ഭാര്യയും എൻ്റെ മക്കളും കൂടി ബാംഗ്ലൂർ വന്നിരുന്നു. ഒരു 3-4 ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു. ഉഷാദ് തലയാട്ടണ്ട, ആരും അറിയിപ്പിച്ചില്ല, ആരും പറഞ്ഞില്ല. കാരണം ഭാര്യ മക്കളും ഒക്കെ ഉള്ളത് കൊണ്ട് എൻ്റെ സുഹൃത്തിന് ഉഷാദിനോട് പോലും ഞാൻ പറഞ്ഞില്ല. പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വന്നുള്ളത്. കാരണം ഒരു പ്രൈവസി കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാനിവിടെ വന്നു, ഒന്ന് പോയി. വളരെ ആകസ്മികമായ ഒരു വരവ്. മക്കളും ഭാര്യയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ആരെ അറിയിച്ചില്ല. എനിക്കൊരു പ്രൈവസി വേണം. 4 ദിവസം ഞാൻ ബാംഗ്ലൂർ തന്നെ ഉണ്ടാവും. പോകാൻ നേരത്ത് ജമാലും എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നമുക്കൊരു പള്ളിയുടെ തറക്കല്ലിടും. തലേ ദിവസം രാത്രിയാണ് പറയും. ഞാൻ പറഞ്ഞു സമയമില്ല, രാവിലെ എനിക്ക് തിരിച്ചു പോകണം, അത്യാവശ്യമായിട്ട് പോകണം. ഇല്ല ഉസ്താദെ, ഒരു ചെറിയൊരു പള്ളിക്ക് തറക്കല്ലിടും. ഒരു വലിയ നിമിത്തം പോലെ ആ സമയത്ത് ബഹുമാനനായ പൂക്കോയത്തങ്ങളുമുണ്ട്. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ഞാനതാണ് പറഞ്ഞത്, ചിലപ്പോൾ ചില ആളുകൾ മരണത്തിന് ശേഷം നമ്മളെ വല്ലാതെ വിസ്മയിപ്പിക്കും. ഒരു കേവലം ഒരു യാദൃശ്ചികതയാണോ ആകസ്മികതയാണോ എന്നെനിക്കറിയില്ല. പള്ളിക്ക് തറക്കല്ലിടാൻ വേണ്ടി എല്ലാവരും എത്തി. തങ്ങളുണ്ട്, ഞങ്ങളെല്ലാവരും പെട്ടെന്ന് വളരെ ആകസ്മികമായി ഇവിടെ ഒരുമിച്ച് കൂടി. നൗഷാദിൻ്റെ ബാക്കി എല്ലാ ആളുകളും, നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. തറക്കല്ലിട്ടു. പോകാൻ നേരത്ത് ഞാൻ വാഹനത്തിരിക്കുമ്പോൾ ചോദിച്ചു ജമാലിനോട് റിയാസിനോടും ഒക്കെ, എന്താണ് പള്ളി? അതൊരു ചെറിയ സ്ഥലമുണ്ട്, അവിടെ ഞങ്ങളുടെ സാലിഹിൻ്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കും. ആ പള്ളിയുടെ നാമകരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മസ്ജിദ് സാലിഹ് എന്നാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ചെറുപ്പക്കാരൻ്റെ പേരിൽ ഒരു പള്ളി നിർമ്മിക്കപ്പെടുകയോ? ഞാനൊന്ന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിരലുകൾ നമ്മിലേക്കൊന്ന് ചൂണ്ടട്ടെ. ഈ കറക്കം വേണ്ട. ഫല ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു ആത്മാവിലേക്ക്, മനസ്സാക്ഷിയിലേക്ക് ചിരിച്ചാൽ, നാം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തൊരു പള്ളി വെച്ചാൽ ആ പള്ളിക്ക് ഇവന്റെ പേര് വെക്കട്ടെ എന്ന് പറയാൻ നമ്മുടെ കൂട്ടുകാർ തയ്യാറാകും. ആ രീതിയിൽ ആ കൂട്ടുകാരോട് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സുഹൃത്തുക്കളെ ജീവിതത്തിൽ വിസ്മയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിച്ചിരിക്കുന്നവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറിക്കൂടാൻ കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നവൻ്റെ കൂടെ നിന്നവർക്ക് തോന്നാൻ കഴിയും. അത് ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്.
നടന്നു പോകുന്നവർക്ക് മുത്തശ്ശി പറഞ്ഞതുപോലെ പോയ വടിയിലൊക്കെ പച്ചപ്പുണ്ടാക്കുക. അല്ലാതൊരു ജന്മം കൊണ്ട് വടിയിലൂടെ പോകുന്നവന്റെ തുണിക്കോന്തലയിൽ പിടിച്ചിട്ട് അവനെയും പിടിച്ചു നിർത്തുന്ന ഒരു കാരമുള്ള പോലെ ജീവിച്ചിട്ട് ഭൂമിയിലൊന്നും നേടാനില്ല. നമ്മൾ കാരമുള്ളുകളാവരുത്. ഇടവടിയിലൂടെ വെറുതെ നടന്നു പോകുന്നവന്റെ മുണ്ടിന്റെ കോന്തലയിൽ പിടിച്ച് അവനെയും നടക്കാൻ സമ്മതിക്കാതെ പുറകെ വരുന്നവനെ സന്ദേഹത്തോടെ നോക്കി നിൽപ്പിക്കുന്ന വഴിയരികിലെ കാരമുള്ളുകളായി ജീവിതം സ്വയം മാറ്റുന്നതിനപ്പുറം നമ്മൾ മുത്തശ്ശി പറഞ്ഞതുപോലെ നടന്നുപോയ വടിയിലെ സുഷിരം വീണ കുടത്തിലെ വെള്ളമാവാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ കഴിയുന്നവനാണ് അങ്ങനെ വരിക. ഞാൻ നിങ്ങളോടൊരു ഖുർആന്റെ ഒരു സംഭവം പറയാനാണ് ഓർമ്മിപ്പിക്കുന്നത്. ഞാനിവിടെ വന്നിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയതാണിത്. അവിടെ പോയി തറക്കല്ലിട്ടു, എല്ലാവരുമുണ്ട്, തങ്ങളുമുണ്ട്. അവിടെ അവർ പറഞ്ഞൊരു വലിയ എഡ്യൂക്കേഷൻ കോംപ്ലക്സ്, അവിടെ ഒരു പള്ളി, ആ പള്ളിക്ക് സാലിഹിന്റെ പേരിടണം, മസ്ജിദ് സാലിഹ്. ആരായിരുന്നു സാലിഹ്? തന്റെ നാട്ടിൽ തന്റെ മരണശേഷം ഒരു പള്ളി പണിയുമ്പോ ആ പള്ളിക്ക് തന്റെ പേര് നാമകരണം ചെയ്യപ്പെടാൻ സാലിഹാരായിരുന്നു. സാലിഹ് ഒരു യുവാവായിരുന്നു, അല്ലേ? അല്ലേ? സാലിഹ് നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരു യുവാവായിരുന്നു. ആ യുവാവിനങ്ങനെ കഴിഞ്ഞുവെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ അത്ഭുതകരമായൊരു കഥ പറയുന്നുണ്ട്. ആ കഥ വായിക്കൽ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും സുന്നത്താണ്. സൂറത്തുൽ കഹഫ്. ആ സൂറത്തുൽ കഹഫിൽ ലോകം മുഴുവനും അരാജകത്വത്തിന്റെയും അശ്ലീലത്തിന്റെയും ആവലത്തിൽ പെട്ടുപോകുമ്പോ തന്റെ മുമ്പിൽ നിൽക്കുന്ന അശ്ലീലതയോടും അരാജകത്വത്തോടും ബഹുദൈവ വിശ്വാസത്തോടും രാജിയാവാതെ ഞാൻ എന്റെ റബ്ബിന്റെ മാർഗത്തിൽ എന്റെ പൂർവ്വസൂരികൾ സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞ് 7 യുവാക്കൾ നാടും വീടും വിട്ട് കാട്ടിലേക്ക് കയറി. കഥ ഞാൻ പറയുന്നില്ല, നമുക്കറിയാം അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ. അവരവിടെ പോയി ഗുഹയിൽ അഭയം തേടി. അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ, ലോക ചരിത്രത്തിൽ സൂര്യന്റെ ഭ്രമണപഥത്തെ അല്ലാഹു മാറ്റിയിട്ടുണ്ട് എങ്കിൽ അതൊന്ന് ഖിയാമത്ത് നാളിന് വേണ്ടിയാണ്. രണ്ടാമത് ലോക ചരിത്രത്തിൽ സൂര്യന്റെ ഭ്രമണപഥത്തെ അല്ലാഹു ആർക്കെങ്കിലും വേണ്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് 7 യുവാക്കൾക്ക് വേണ്ടിയാണ്. താനിക്കു വേണ്ടി എല്ലാം നഷ്ടപ്പെട്ട് ഓടിയ യുവാക്കൾക്ക് വേണ്ടി സൂര്യന്റെ ഭ്രമണപഥത്തെ പോലും അല്ലാഹു മാറ്റിക്കൊടുത്തു. അസ്ഹാബുൽ കഹ്ഫ് 309 വർഷം അവരവിടെ കിടന്നുറങ്ങി. അവസാനം 309 വർഷം കഴിഞ്ഞ് അവരിൽ ഒരാൾ നാട്ടിലേക്ക് പോയപ്പോ അവരെ നാണയത്തിന്റെ പഴക്കം കണ്ട് അവർ ഈ കാലഘട്ടക്കാരല്ല എന്ന് മനസ്സിലാക്കി ആ നാട്ടുകാർ മുഴുവനും അവരെ കാണാൻ വേണ്ടി തേടിക്കാട്ടിലെത്തി. അവസാനം അവർ മുഴുവനും അത്ഭുതപ്പെടുത്തിയപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിലെല്ലാം തെറ്റിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം. അതുകൊണ്ടാണ് സാലിഹിനെ കുറിച്ച് പറഞ്ഞത് ഇഖ്ലാസിന്റെ സ്വരൂപമായിരുന്നു. അതുകൊണ്ടാണ് ഈ ചരിത്ര കഥയെ ഞാൻ സാലിഹുമായി ബന്ധിപ്പിച്ചത്. സാലിഹിന് മാത്രമല്ല, വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, അവസാനം വരെ നന്മ ആഗ്രഹിച്ച് കടന്നു പോകുന്ന ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച 7 യുവാക്കൾ. അവർക്ക് വേണ്ടി ആ നാട്ടുകാർ പറഞ്ഞു, നമുക്ക് അവർക്ക് വേണ്ടി ഒരു മണ്ഡപം പണിയാം, അവരെ ഓർമ്മിക്കാൻ, അവർ ഈ ലോകത്ത് നിലനിന്നെന്ന് ഓർമ്മിപ്പിക്കാൻ അവർക്ക് വേണ്ടി ഒരു സ്തൂപം പണിയാമെന്ന് പറയവേ അവസാനം ആ നാട്ടുകാർ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞത് അതിന്റെ തൊട്ടുക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച് ജീവിച്ച ആ യുവാക്കൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി നമുക്കൊരു സ്മാരകമായൊരു പള്ളി പണിയാമെന്ന് ആ നാട്ടുകാര് ചരിത്രത്തിന്റെ ആ ഗതിയിൽ പറഞ്ഞൊരു അഭിപ്രായം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഇന്ന് നിങ്ങൾ പോയാൽ ജോർദാനിന്റെ മലനിരകളുടെ മുകളിൽ അസ്ഹാബുൽ കഹ്ഫ് കിടന്നിറങ്ങിയ ഭാഗത്ത് അതിന്റെ വലതു ഭാഗത്ത് ഒരു പള്ളി കാണാൻ കഴിയും. ആ പള്ളിയുടെ പേര് അസ്ഹാബുൽ കഹ്ഫ് എന്ന് തന്നെയാണ്. ജോർദാനിന്റെ മലമടക്കുകളിൽ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ച യുവാക്കൾക്ക് വേണ്ടി ഇന്നഹും ഫിദിയത്തുൻ, അവരൊരു യുവാക്കളായിരുന്നു. അവർക്ക് വേണ്ടി ഒരു പള്ളി പണിയപ്പെട്ടെങ്കിൽ ഇന്ന് സാലിഹിന് വേണ്ടി ഉദ്യാന നഗരിയിലെവിടെയോ ഒരു പള്ളി ഉയരുന്നുവെങ്കിൽ ആ പള്ളി അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. അതിന്റെ മിനാരങ്ങളിലൂടെ ബാങ്ക് മുടങ്ങുന്നുവെങ്കിൽ അരാജകത്വത്തിന്റെയും അശ്ലീലതയുടെ ഈ ലോകത്ത് ആത്മീയതയുടെ വഴിയിലൂടെ നടന്നു പോകുന്നവനാരോ, തഖ്വയുടെ വഴിയിലൂടെ നടന്നു പോകുന്നവനാരോ. അതുകൊണ്ട് ചരിത്രം ഒരു സ്ഥലത്ത് അവസാനിച്ചു
മരിക്കുന്നതല്ല. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. മുൻഗാമികൾ സഞ്ചരിച്ച വഴിയിലൂടെ ആര് സഞ്ചരിക്കുന്നുവോ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ഒട്ടും കുറയാതെ ഇവർക്ക് ഞാൻ കൊടുക്കുമെന്ന് ഖുർആൻ പറഞ്ഞതുപോലെ. അതുകൊണ്ട് ഞാൻ ഏറെ വിവരിക്കുന്നില്ല. അസ്ഹാബുൽ കഹ്ഫിന്റെ യുവാക്കൾക്ക് നാട്ടുകാരൊരുക്കിയ പാരിതോഷികം ഈ കഥ നിങ്ങൾ അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നെനിക്കറിയില്ല. അതറിയാതെ സാലിഹിന് വേണ്ടി ഒരുക്കപ്പെടുമ്പോ തലമുറകൾ തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മിപ്പിക്കുകയാണ്, എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഏത് സമയത്താണ് വിട പറയുന്നതെന്നറിയില്ല. ഈ ജീവിതം ഒരു ക്ഷണിക പ്രഭാചഞ്ചലം പോലെ അവസാനിക്കുമ്പോ എന്റെ വിഷയത്തിന് ഹെഡിങ് കൊടുത്തത് തന്നെ ധന്യമീ യാത്ര, അവസാന യാത്ര ധന്യമാക്കുക എന്ന ശീർഷകത്തിലാണ് എന്റെ പ്രഭാഷണം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് സാലിഹിനെ പോലെ ആ സാലിഹിന്റെ ചുറ്റുവട്ടത്ത് ജീവിച്ചിരുന്നവർ നാം, ഏതോരും വേണ മക്കളായി പിറന്നവർ നാം. ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം മാത്രം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിലേക്ക് നിങ്ങളെ തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഓർക്കണേ. ആ ദിവസമാണ് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ദിവസം. ഈ ഒരു അനുസ്മരണത്തിൽ സാലിഹ് കൊതിപ്പിച്ചിട്ട് പോയതുപോലെ നാളെ നമ്മൾ മരിച്ചാലും ടൗൺ ഹാളിൽ ഒരു അനുസ്മരണ സമ്മേളനം നടക്കലല്ല, നമ്മെക്കുറിച്ച് 4 പേർ നല്ലതെന്ന് പറയാനുണ്ടാവണം. അള്ളാഹു നമ്മളെങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, അള്ളാഹു നമ്മളെങ്ങനെ ആക്കട്ടെ. അതുകൊണ്ട് സാലിഹ് കൊയ്യോട് അനുസ്മരണ സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നൊന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകാനല്ല. അനുസ്മരണത്തിൻ്റെ ഉള്ളിൽ ചില സ്മരണകൾ ബഹിർസ്ഫുരിക്കേണ്ടതുണ്ട്. ആ സ്മരണ ഈ അടുത്ത സമയത്ത് ഇപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്താ? എൻ്റെ വിഷയം തന്നെ അവസാന യാത്ര ധന്യമാക്കുക എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ സാലിഹിന് അള്ളാഹു കൊടുത്ത ഒരു വലിയ പ്രതിഫലം കാണുമ്പോൾ നമുക്കൊരു കൊതി ഉണ്ടാവണം. അള്ളാഹുവേ, 3 ഗുണങ്ങൾ സാലിഹിനെ കുറിച്ച് പറഞ്ഞു. ഇഖ്ലാസ് ഉണ്ടായിരുന്നു, സമർപ്പണമുണ്ടായിരുന്നു, ധീരതയുണ്ടായിരുന്നു. ഇതെൻ്റെ വാക്കല്ല, അവനെ പരിചയിച്ച അവൻ്റെ ചുറ്റുവട്ടത്ത് നിന്ന ആളുകളുടെ വാക്കുകളാണ്. അതൊരു സാക്ഷ്യപത്രമാണ്, അത് അള്ളാഹു സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ, എന്നെ അള്ളാഹു സ്നേഹിക്കണം, എന്താണ് ഒരു വഴി? നമുക്കെല്ലാവർക്കും വലിയ ആഗ്രഹമാണ് അള്ളാഹു നമ്മളെ സ്നേഹിക്കണം, എന്താണ് ഒരു വഴി? ഒരു സഹാബിയുടെ ചോദ്യമാണ്. നമുക്കൊക്കെ വലിയ ആഗ്രഹമാണ് അള്ളാഹുടെ സ്നേഹം നമുക്ക് കിട്ടണമെന്ന്. ആഗ്രഹമില്ലാത്ത ആരെയിലുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്നാൽ അതിനെന്താ വഴി? നമ്മൾ കുറുക്കു വഴി നോക്കുകയാണ്. നമുക്ക് സ്വർഗത്തിലേക്ക് നേരിട്ട് പോണ സ്ഥലത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കി നടക്കുകയാണ്. നമുക്ക് നിസ്കരിക്കാനും വയ്യ, നോമ്പുടിക്കാനും വയ്യ, ബാക്കി കാര്യമൊന്നുമില്ല. ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകണ സ്ഥലത്ത് ഏതുണ്ടോ ചെല്ലാൻ തയ്യാറാണ്. എന്നാൽ നീ സമർപ്പിക്കാൻ പറ്റില്ല. ഇതൊന്നും കുറുക്കുവഴിയിൽ നേടുന്നതല്ല ഒരു പ്രതിഫലം. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ പ്രായോഗികതയുടെ ജീവിതമേതെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത, പ്രായോഗികതയുടെ ഒരു സമൂഹത്തിന്റെ, ഒരു ബഹുസ്വര സമൂഹത്തിന്റെ അപസ്വരതകളിടയിൽ ജീവിക്കുമ്പോ ഒരു മനുഷ്യന്റെ, ഒരു സംഘാടകന്റെ, ഒരു സംഘടനാ പ്രവർത്തകന്റെ പ്രായോഗിക ജീവിതമേതെന്ന് പഠിപ്പിച്ചു കൊടുത്ത ലോകത്തിന്റെ റോൾ മോഡലായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് അള്ളാഹു സ്നേഹിക്കാനുള്ള ആയത്ത് പറഞ്ഞു കൊടുക്കലല്ല, അള്ളാഹു സ്നേഹിക്കാനുള്ള സലാത്ത് പറഞ്ഞു കൊടുക്കലല്ല. സഹാബി, നിന്റെ ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അള്ളാഹു നിന്നെ സ്നേഹിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ ചുറ്റുവട്ടത്തുള്ളവർ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങട്ടെ, അപ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം നിനക്കുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അള്ളാഹു നമ്മെ സ്നേഹിക്കാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നൂറല്ലാഹു മർക്കദ, മഹാനവറുകളെ മരണശേഷവും ഇപ്പോഴും ജനം സ്നേഹിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തെ, ആ മഹത്വത്തെ അള്ളാഹു സ്നേഹിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ എത്രയെത്ര വീരശൂര പരാക്രമികൾ ഈ കാലത്തിൻ്റെ ഉള്ളിൽ നടന്നു പോയിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ ശവസംസ്കരണ ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ 10 ഇരട്ടി ആളാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തത്. എന്തുകൊണ്ട്? സ്നേഹങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്.
അതുകൊണ്ട് ഈ അനുസ്മരണങ്ങളിൽ നാം ഓർക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ കിട്ടപ്പെടുത്തണം. സാലിഹിൻ്റെ ഫലായിലൊക്കെ പറഞ്ഞ് നമ്മൾ ദുആ ചെയ്ത് പിരിയുന്നതിനപ്പുറം അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതും. ഇതൊരു ക്രമമാണ്. നമ്മെ ക്രമപ്പെടുത്തണം. അതിനാണല്ലോ ഖുർആൻ നമ്മോട് പറഞ്ഞത്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്, നിങ്ങളുടെ അമലുകൾ നഷ്ടപ്പെടുമെന്ന് ആയത്തിറങ്ങി. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ പിന്നെ പള്ളിയിൽ കണ്ടിട്ടേ ഇല്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പറഞ്ഞു വിട്ടു, സാബിത്ത് ബിൻ ഖൈസ് എവിടെയെന്ന് അന്വേഷിച്ചിട്ട് വാ. വലിയ ഗുണപാഠമുണ്ടതിൽ. പോകുമ്പോൾ മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് പെറുപെറുക്കുകയാണ്. മെല്ലെ മെല്ലെ പറയാണ്. സഹാബത്ത് പോയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ വിളിക്കുന്നു, എന്തേ സാബിത്ത് ബിൻ ഖൈസ് പള്ളിയിൽ വരാത്തത്? സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഉറക്കെ സംസാരിച്ചാൽ അമലുകൾ നഷ്ടപ്പെടുമെന്ന് ആയത്തിറങ്ങി. എനിക്കാണെങ്കിൽ ശബ്ദം ഇത്തിരി കൂടുതലാണ്, പയ്യെ പറഞ്ഞാലും പറവൂര് കേൾക്കുമെന്ന് പറഞ്ഞ മാതിരി ഞാൻ പയ്യെ പറഞ്ഞാലും ഉറക്കെയാണ് കേൾക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ ശബ്ദം താഴ്ത്താൻ വേണ്ടി സ്വയം പരിശീലിക്കുകയാണ്. ഞാൻ മെല്ലെ മെല്ലെ പുറപുറക്കുന്നത് എന്തിന്? എൻ്റെ ശബ്ദം താഴ്ത്താൻ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കിരുന്നിട്ട് ഞാൻ ക്രമീകരിക്കുകയാണ്. ഖുർആനിനനുസരിച്ച് നമ്മുടെ ശൈലികളെ ക്രമീകരിക്കുക. നമ്മൾ പറയും, ഇപ്പം ഇത് പറയുമ്പോഴും പിന്നെ എനിക്ക് സാലിയാവാനൊന്നും പറ്റൂല. നമ്മൾ പറയുന്നതെന്നറിയോ, എനിക്കങ്ങനെ ആവാൻ പറ്റില്ല, എനിക്കെൻ്റേതായ ചില ശൈലികളുണ്ട്, എനിക്കെൻ്റേതായ ചില നിലപാടുകളുണ്ട്, എനിക്കെൻ്റേതായ ചില ചിട്ടവട്ടങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ഒരു തലക്കനത്തിൻ്റെ ഭാഷയാണത്. എനിക്കെൻ്റേതായ ഒരു വഴിയുണ്ട്, അതിനപ്പുറത്തേക്ക് മാറാൻ എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെയല്ല. നിന്റെ വഴികൾ മറ്റൊരാൾക്ക് അഹിതകരമോ അനിഷ്ടകരമോ ആയാൽ ആ അനിഷ്ടകരമായതിനെ അള്ളാഹുവിൻ്റെ ഖുർആനിനനുസരിച്ച് ക്രമീകരിക്കുമ്പോഴാണ് നീ ഏറ്റവും നല്ല വിശ്വാസിയായി മാറുക. ചില പെണ്ണുങ്ങൾ പറയും, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, എനിക്ക് മാറാൻ കഴിയില്ല. ഭർത്താവിനോട് നീ ഉറക്കെ സംസാരിക്കരുത്. നമ്മളെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ സ്വയം നന്നാവാതിരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. എന്താടാ കള്ളു കുടിച്ചത്? ഇബ്ലീസ് ചതിച്ചതാരൻ? ഇബ്ലീസാണ്. കുടിച്ച ഇവൻ ഇബ്ലീസല്ല. അപ്പോഴും എന്തടാ നീ അവിടെ പോയത്? എന്ത് പറയാൻ ഉസ്താദെ, അതുവരെ പിടിച്ചു നിന്നു. അപ്പലേനത്താക്കപ്പെട്ട ഇബ്ലീസ്. നമ്മളെപ്പോഴും പിശാചിനെ കുറ്റപ്പെടുത്തി അവനവൻ രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ ഒരുക്കുന്ന ആളുകളാണ് നമ്മൾ. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പിശാചാരൻ ഏറ്റവും വലിയ പിശാചാരൻ മനുഷ്യരിലെ ചില പിശാചുക്കളുണ്ട്, അവനാണ് നിന്നെ കൊണ്ടുപോയത്. എന്ന ആ പിശാചിനെ, നിന്റെ കൂട്ടുകാരൻ എന്ന പിശാചിൽ നിന്ന് മാറി നടക്കാൻ പറഞ്ഞാൽ നീ മാറി നടക്കില്ല. അപ്പോഴും നീ വേറെ ഏതോ അദൃശ്യനായ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതിയിട്ട് നിങ്ങൾ നടക്കാൻ. അങ്ങനെയല്ല സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ അങ്ങനെ ആയിപ്പോയി എന്ന് പറയാനല്ല. ഈ അനുസ്മരണവും ഈ വലിയൊരു ഭഗീരഥ പ്രയത്നവുമൊക്കെ നമ്മുടെ മനസ്സിലൊരു തിരുത്തലുകളായി മാറണം. സ്വയം അങ്ങനെ ഞാൻ അങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? അതെന്ത് ന്യായമാണുള്ളത്? ചില പെണ്ണുങ്ങളോടും ഭർത്താവിനോട് അങ്ങനെ, എൻ്റെ ശൈലി അങ്ങനെ ആയിപ്പോയി, എനിക്ക് താത്താൻ പറ്റില്ല. ചില സ്ത്രീകൾ ഭർത്താവിനോട് വല്ലാതെ സംസാരിക്കും, കയർത്ത് സംസാരിക്കും. ആ സമയത്ത് ഭർത്താക്കന്മാർ അവരോട് തിരിച്ച് സംസാരിക്കാൻ പാടില്ലെന്നാണ്. ഇതെൻ്റെ വാക്കോ ഫ്രോയിഡ് പറഞ്ഞതോ ഇർഷിരാജ് സിംഗ് പറഞ്ഞതോ അല്ല. മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു തആല രേഖപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യമാർ വയല്ലാത്ത വികാര വിക്ഷോഭത്തോടെ ഒരുമാതിരി ഹാലളകിയ മാറി സംസാരിക്കുമല്ലോ, അങ്ങനെ സംസാരിക്കുമ്പോൾ ഭർത്താക്കന്മാർ അവരോട് തിരിച്ച് സംസാരിക്കാൻ പാടില്ല. അല്ലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു തആല മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ ആ സമയത്ത് എന്താ ചെയ്യുക? ആ സമയത്ത് തിരിച്ച് സംസാരിച്ചാൽ ആ ബന്ധം തലാക്കിൽ അവസാനിക്കും. അവൾ ലക്കില്ലാതെ പറയും, നമ്മൾ ബോധമില്ലാതെ തിരിച്ചു പറയും. അവളൊന്ന് പറയുമ്പോൾ നമ്മളൊരടി കൊടുക്കും, രണ്ടാമത് കിട്ടാൻ അവൾ വീണ്ടും വരും. അടി ബഹളമായി. അത് ബന്ധത്തിൻ്റെ സൗകുമാര്യത നഷ്ടപ്പെടുത്തി കളയും. ഭാര്യ, പെണ്ണ് കുറച്ച് വിവേകം കുറഞ്ഞവളാണ്. എഴുന്നേറ്റ് പോണ. അതുകൊണ്ട് നിങ്ങൾ അവരോട് സംസാരിക്കാൻ പാടില്ല ആ സമയത്ത്. അല്ലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു, ഇതൊക്കെ ഒരു വലിയ ഇൽമാണ്, ഇതിപ്പോൾ വേറെ ആരെയും പെട്ടെന്ന് കിട്ടി. ഇബ്നുൽ ജൗസി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ആ സമയത്ത് ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? അവളുടെ കണ്ണുകളിലേക്ക് നിങ്ങൾ നിഷ്കളങ്കതയോടെ നോക്കി നിൽക്കണം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് നിഷ്കളങ്കതയോടെ തൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ആ ഭാര്യയുടെ മനസ്സിൽ ഇത് നിർത്താനുള്ള ബോധമുണ്ടാകും. നിങ്ങൾ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നിഷ്കളങ്കതയോടെ, എന്നാലും നീ എന്നെ തന്നെയാണല്ലോ ഈ പറഞ്ഞ എന്ന് നോക്കിയിരിക്കണം. അല്ലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു തആല രേഖപ്പെടുത്തിയതാണ്.
ഇതിലും ഭാര്യമാർ വല്ലാതെ അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ നിശബ്ദരാണ് നല്ലത്. അല്ലെങ്കിൽ ഇടിയും മിന്നലും ഒക്കെ വരുമ്പോൾ ബുദ്ധിയുള്ളവൻ മെയിൻ സ്വിച്ച് ഓഫാക്കല്ലേ ചെയ്യൂ. ബുദ്ധിയുള്ള ഒരാൾ നേരെ എന്നാൽ പിന്നെ ഇത് കാണട്ടെ എന്ന് പറഞ്ഞ് മുറ്റത്തിറങ്ങിയിരിക്കുമല്ലോ. ഇടിയും മിന്നലും ഉണ്ടായാൽ പിന്നെ ബുദ്ധിയുള്ളവൻ മെയിൻ സ്വിച്ച് അവിടെ ഓഫാക്കാം. പിന്നെ ഇതൊക്കെ ഒന്ന് തീർന്നിട്ട് അത്രയും നേരിട്ട് ഇരുട്ടത്തിരുന്നാലും ടാങ്കി വെള്ളമില്ലല്ലോ, ഇത് വരുമ്പോൾ കിട്ടൂലോ എന്ന് വിചാരിച്ചിട്ട് ഉണക്കിച്ച്. ഇതൊരു പാഠങ്ങളാണ്. അപ്പോ ഭാര്യമാര് ഞാൻ അങ്ങനെയാണ് എന്ന് പറയലല്ല, ആ രീതിയിൽ നിനക്കും മാറാൻ കഴിയുന്ന ചില ഉപദേശങ്ങളാണ് ഈ അനുസ്മരണ സമ്മേളനങ്ങൾ എന്ന് ഈ വൈകിയ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് നമ്മൾ ഓർക്കേണ്ടത്? സാലിഹ് മാത്രമല്ല, നാളെ ഞാനും സാലിഹ് പോയിടത്തേക്ക് പോകേണ്ടതാണ്. ഞാൻ നാളെ ഒരു വിളിയടയാളത്തിന്റെ ജനനമൃതികളുടെ ഇടയിലുള്ള ഒരു നാൽക്കവലയിലെ ജീവിതമാണ് ജീവിതം ക്ഷണികമാണ്. ആ ജീവിതത്തിന്റെ അർത്ഥമാണ് ഇവിടെ ഖിറാഅത്ത് ഓതിയപ്പോൾ 2 ആയത്ത് ഓതിയല്ലോ. ഒന്ന് ജീവിതത്തിന്റെ അർത്ഥവും മറ്റൊന്ന് ജീവിതത്തിന്റെ പരമാർത്ഥവുമാണ്. 2 ആയത്തുകൾ ഞാൻ എന്തു പറയണമെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് ആ ആയത്ത് കേട്ടത്. പിന്നെ അവിടെ നിന്നാവട്ടെ, ഒന്ന് ജീവിതത്തിന്റെ അർത്ഥമാണ്, മറ്റൊന്ന് ജീവിതത്തിന്റെ പരമാർത്ഥമാണ്. ഈ ആയത്ത് മാത്രം പറഞ്ഞ് ഇൻഷാല്ലാഹ് അവസാനിപ്പിക്കും. ആദ്യം ഇവിടെ ഖിറാഅത്തിന് ഓതിയ 2 ആയത്തുകൾ, ഒന്ന് ജീവിതത്തിന്റെ പച്ച അർത്ഥമാണ്, മറ്റൊന്നതിൻ്റെ പരമാർത്ഥമാണ്. ഞാനവിടെ ഇരുന്നപ്പോൾ എന്തു പറയണമെന്നൊരു ഐഡിയ ഇല്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇവിടെ വന്നപ്പോൾ മുതൽ ഒരു ഇരുന്നിട്ടൊരു വിഷയം നോക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഫുള്ള് കൊണ്ട് ജനയും തങ്ങളെ കൊണ്ടുള്ള ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരിക. യഥാർത്ഥത്തിൽ ബാംഗ്ലൂർ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഗൾഫാണ്. മറ്റ് ഗൾഫായിട്ട് ബാംഗ്ലൂർ മാറി. ഭക്ഷണം അതിൻ്റെ സ്റ്റൈൽ അല്ലേ. ഹോട്ടലിലൊക്കെ കയറുമ്പോൾ ഞാൻ തങ്ങളോട് പറയും ഗൾഫിൽ പോണ മാതിരിയാണ് ഭക്ഷണം. ബാംഗ്ലൂർ വരുമ്പോൾ ഭക്ഷണം റെസ്റ്റോറൻറ്റുകളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഗൾഫാന്നാണ്. പിന്നെ ഹോട്ടലിൽ ഇരുന്നിട്ട് കീപ്പോട്ട് നോക്കുമ്പോൾ ഈ ഓട്ടോറിക്ഷ കാണുമ്പോൾ ഇത് ബാംഗ്ലൂരാന്ന് മനസ്സിലാകും, അല്ലെ പിന്നെ ഗൾഫാന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ ആയത്ത് കേട്ടപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കായിരുന്നു. എന്താ ചിന്തിച്ചെന്നറിയോ? ആ ആയത്ത് നമ്മുടെ ജീവിതമാണ്. അതിനപ്പുറത്തേക്ക് പിന്നെ ജീവിതത്തെക്കുറിച്ച് രേഖപ്പെടുത്താനില്ല. കാരണം കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എന്താ ആയത്ത് ഓതിയത്? ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ അവസാന ഭാഗം, സമയത്തിൻ്റെ പരിമിതിയുണ്ട്, ഖൈറുൽ കലാമി മാ കല്ലാവതല്ല, അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയ സമ്പുഷ്ടവും അർത്ഥവൈപല്യമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്നാണ് ആപ്തവാക്യം. ഇതിനേക്കാൾ വേറെയൊന്നുമില്ല. ആദ്യത്തെ ആയത്ത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. എന്താ ആയത്തിന്റെ അർത്ഥം? എല്ലാവരും മരിക്കൂന്നല്ല, നമ്മൾ അർത്ഥം പറഞ്ഞാണ് എല്ലാവരും മരിക്കൂന്നല്ല. ദായിഖത്തുൽ മൗത്ത്, മരണത്തിന്റെ രുചി അറിയും. മരണത്തിന്റെ രുചി അറിയും. എന്താ മരണത്തിന്റെ രുചി? നമ്മൾ പലവിധ രുചി അറിഞ്ഞിട്ടില്ലേ? ഹോട്ടൽ സവാറിയ, ദ റിയൽ ടേസ്റ്റ് ഓഫ് അറേബ്യ. എന്നാൽ അതിനേക്കാളേറെ ഒരു രുചിയുണ്ട്, അത് മരണത്തിന്റെ രുചിയാണ്. രുചി 2 ഉള്ളൂ, ഒന്നുകിൽ മധുരം അല്ലെങ്കിൽ ഞാൻ ഗൂഗിളിൽ നോക്കണം, അല്ലെങ്കിൽ കയ്പ്. രുചി 2 കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മരണത്തിന് 2 രുചികളേ ഉള്ളൂ. ഒന്നുകിൽ മരണം മധുരമാണ്, അല്ലെങ്കിൽ മരണം കഠിനമായ കയ്പാണ്. ആ മരണത്തിന് 2 രുചികളെയാണ് ഖുർആൻ നമ്മോട് പറഞ്ഞത്. വന്നാസിആതി ഗർഖാ വന്നാശിതാതി നഷ്താ വന്നാസിആതി ഗർഖാ والنازعات غرقا والنازعات غرقا. മുള്ളിന്റെ ഇടയിൽ കുടുങ്ങിയ കമ്പിളി പുതപ്പിൽ നിന്ന് ആ മുള്ളു വലിച്ചെറിയുമ്പോ ആ വലിച്ചെടുക്കുന്ന മുള്ളിൽ കമ്പിളി പുതപ്പിന്റെ രോമങ്ങൾ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് പോലെ നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിന് കഠിനമായ സക്കറാത്തിന്റെ വേദനയോടെ കടിച്ചു പിടിച്ചു വലിച്ചെടുക്കുന്ന മലക്കിനെ തന്നെയാണ് സത്യം. വന്നാശിതാതി നഷ്താ, വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ മാർദ്ദവമായി നിന്റെ ശരീരത്തിൽ നിന്ന് റൂഹിനെ പിടിക്കുന്ന മലക്കിനെ തന്നെയാണ് സത്യം. ഇതാണ് മരണത്തിന്റെ 2 രുചികൾ. അല്ലാഹു പറയുകയാണ്
കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും. ഈ ശരീരത്തിൽ നിന്ന് റൂഹ് വിട പറയും പെങ്ങളെ. ഒന്നുകിലത് കമ്പിളി പുതപ്പ് മുള്ളുവേലിയിൽ വലിച്ചതുപോലെ, അല്ലെങ്കിൽ എണ്ണയിൽ നൂല് വലിച്ചതുപോലെ. അഹമ്മദ് കബീറിനും കേൾക്കുന്നവർക്കും രണ്ടേ രണ്ട് മരണമേ ഉള്ളൂ. അല്ലാഹുവേ, എപ്പ മരിച്ചാലും ഞങ്ങളുടെ മരണം നീ മധുരമുള്ള മരണമാക്കണേ അല്ലാ, മധുരമുള്ള മരണമാക്കണേ അല്ലാ. ജീവിതകാലത്ത് എന്തിനു വേണ്ടി നിലനിന്നോ അങ്ങനെ തന്നെ മരിക്കാൻ കഴിയണം. കേരളത്തിലൊരു മനുഷ്യന്റെ മരണത്തിന്റെ മധുരമറിയുമോ? അവസാന സമയമായപ്പോ സക്കറാത്തിന്റെ അവസ്ഥ എത്തിയപ്പോ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ വാപ്പാടെ ചാരത്തിരുന്നിട്ട് വാപ്പ പതിവായി ചെല്ലാറുള്ള സിക്കറുതല്ലേ, പതിവായി ചെല്ലാറുള്ള ദിക്റുതല്ലേ, വാപ്പ പതിവായി ചെല്ലാറുള്ള സലാത്തുതല്ലേ. മക്കളും കൂട്ടുകാരും സമീപരെ സഹകാരികളെ സലാത്തുതല്ലേ, ബാക്കിയുള്ളവരോട് പറഞ്ഞിന് ദിക്റുതല്ലേ. അവര് ദിക്റുതല്ലേ ദിക്റുതല്ലേ ദിക്റുതല്ലേ. 9 മണിയോടടുത്തു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പതിവായി താൻ പറഞ്ഞതേത് വാക്കാണ്, ഏതിനു വേണ്ടിയാണോ തന്റെ ജീവിതം സമർപ്പിച്ചത്, ആ വാക്ക് ജനങ്ങളുടെ നടുവിൽ നിന്ന് ഒച്ചത്തിൽ പറഞ്ഞിട്ടാണ് ആ പ്രിയപ്പെട്ട ആനക്കര കോയക്കുട്ടി ഉസ്താദിനെ അല്ലാഹു മർക്കദ മഹാനവറുകളെ സമസ്തയുടെ മുൻ പ്രസിഡന്റ് മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മരണം മാധുര്യമുള്ളതാക്കി തരണയല്ല. ഏത് സമയത്താണ് മരണമെന്ന് പറയാൻ കഴിയുമോ? എപ്പ മരിച്ചാലും മധുരത്തോടെ മരിക്കണം, അവസാനത്തെ യാത്ര ധന്യമാക്കണം. അതോടെ ജീവിതം സുലലിപുലമാണെന്ന് നാം ഉറപ്പിക്കണം. ഒരടുത്ത സമയത്ത് ഇപ്പൊ എല്ലാവരും വിചാരിക്കണം ഞാൻ മരിക്കൂല എന്നാണ്. നമുക്ക് 2 ഉറപ്പുണ്ട്. ഒന്ന്, മരിക്കുമെന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പോഴും നമ്മൾ ചിന്തിക്കേ ഞാൻ ഉടനെ ഒന്നും മരിക്കൂല. 2 ഉറപ്പ് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ മരിക്കും, അടുത്ത നിമിഷം മരിക്കും, നമുക്ക് ഉറപ്പാണ്. അപ്പം തന്നെ ഞാൻ നാളെ മരിക്കുമെന്ന് ഉറപ്പുള്ളതോടുകൂടി തന്നെ അപ്പം തന്നെ നമ്മുടെ മനസ്സ് തിരിച്ചു പറയും, ഞാൻ ഉടനെ മരിക്കൂല, വീട്ടിലൊക്കെ എത്തി ഭാര്യയൊക്കെ കണ്ടിട്ട്. ഈ 2 ഉറപ്പുകൾ നമ്മുടെ മനസ്സ് നമ്മോട് തിരിച്ചു പറയും, ഇല്ല നീ മരിക്കില്ല. ഒരു എക്സിബിഷൻ കാണാൻ പോയി. കുറേ യുവാക്കൾ അവരവിടെ എക്സിബിഷനിൽ ഒരു സ്റ്റാൾ ഒരുക്കിയിരുന്നു. ഒരു വാതിലൂടെ കയറി ആ സ്റ്റാൾ കണ്ട് വേണം തിരിച്ചിറങ്ങിപ്പോവാൻ. അവസാനം എല്ലാം കണ്ട് നല്ല സന്തോഷം. മാലിക് ബിൻ ദിനാറിൻ്റെ വരവ്, മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം, അതൊക്കെ ഉല്ലേഖനം ചെയ്തൊരു ഇസ്ലാമിക് എക്സിബിഷൻ പ്രാദേശികമായി സംഘടിപ്പിക്കപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മുടെ യുവാക്കൾ ഇത്രത്തോളമൊക്കെ ചിന്തിക്കുന്നല്ലോ എന്ന് അവരുടെ ചിന്താധാരയുടെ ഔന്നത്യത്തെക്കുറിച്ചൊക്കെ വളരെ സന്തോഷത്തോടെ അവരോട് രേഖപ്പെടുത്തി. എൻ്റെ കൂടെ കുറേ ഉസ്താദന്മാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ ചിരിച്ചും കളിച്ചുമൊക്കെ എക്സിബിഷൻ കണ്ട് അവസാനം ഇറങ്ങിപ്പോകുന്ന വഴിയിലേക്ക് എത്തിയപ്പോൾ എക്സിബിഷൻ സ്റ്റാളിൽ ഏറ്റവും അവസാനം അവരുടെ ചെറിയ ഫ്ലോട്ട് ഒരുക്കിയിരുന്നു. ഇതുപോലെ ഒന്നുമല്ല, നോക്കിയപ്പോൾ അന്നിറങ്ങിയ ദിനപത്രത്തിലെ മുഴുവൻ ചരമകോളവും വെട്ടി അവരാ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അന്നത്തെ മുഴുവൻ ചരമകോളവും. ഇതെന്താണെന്നറിയാൻ കഴിയാതെ മെല്ലെ അവിടെ നിന്ന് വാർത്തകളൊക്കെ വായിച്ചു. 45 മരിച്ചാൽ അയാളുടെ ഭാര്യയുടെ പേര്, മക്കളുടെ പേര്, മരിച്ചാളുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതെന്താണെന്നറിയാതെ കൗതുകത്തോടെ ഓരോ മരണവാർത്ത എല്ലാ പത്രത്തിലുണ്ട്. എല്ലാ മരണവാർത്ത ഇങ്ങനെ വായിച്ച് താഴോട്ടിങ്ങനെ വന്ന് ഇതെന്താണെന്നറിയാതെ നിൽക്കുമ്പോൾ ഏറ്റവും താഴെ ഒരു ചെറിയ കോളം കാലിയാക്കിയിട്ടിരിക്കും. അതെന്തെന്നറിയാൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ അവിടുത്തെ കോളം കാലിയല്ല, അവിടെ ഒരു കണ്ണാടി ചില്ലൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഈ പോയി വായിച്ച് ചരമവാർത്ത വായിച്ച് വരുന്ന നമ്മുടെ മുഖം അവസാനം അതിലിങ്ങനെ തെളിഞ്ഞു കണ്ടപ്പോൾ അതിൻ്റെ താഴെ ചുവപ്പക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നു, അടുത്തത് നീ. വായിച്ചു വന്നവൻ്റെ സ്വന്തം മുഖം കണ്ണാടിയിൽ തെളിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വലിയൊരക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നു, അടുത്തത് നീ. അതുവരെ മനസ്സിലുണ്ടായിരുന്ന ആനന്ദത്തിൻ്റെ ആ ഒരു ഇത് മാറി, ചിരിയും കളിയുമൊക്കെ വിട്ടു. അറിയാതെ ഒരു തരിപ്പൊരു വിറയിൽ കാൽപാദങ്ങളെ പിടിച്ചതുപോലെ അറിയാതെ ചിന്തിച്ചു പോയി, അല്ലാഹുവേ ശരിയല്ലേ, അടുത്തത് ഞാനല്ലയോ? നാളെ ഇതേപോലെ ഏതായാലും ഒരു പ്രഭാഷകനായതുകൊണ്ട് ചെറുതാവട്ടെ വലുതാവട്ടെ ഏതെങ്കിലും പത്രത്തിൽ വരുമല്ലോ, കബീർ ബാക്കവി മരണപ്പെട്ടു, അല്ലെങ്കിൽ ഇന്നയാൾ മരിച്ചുപോയെന്നവന്റെ പള്ളിയുടെ മിനാരത്തിലെങ്കിലും
ഒരു ദിവസം വിളിച്ചു പറയപ്പെടുമല്ലോ എന്നോർത്തപ്പോ എനിക്കെന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത് ഇനിയൊരൊറ്റ വാക്കാണ്. സാലിഹിനെ നാം ഓർക്കുമ്പോ ഇന്ന് സാലിഹാണെങ്കിൽ എടുത്തത് നീയാണെന്ന് ഓർമ്മിപ്പിക്കാണ്. നാളെ നീയാണ് എത്ര വലിയ സാമർത്ഥ്യമുള്ളവനാണെങ്കിലും എത്ര വലിയ കണ്ണ് തുറന്നു പിടിച്ചാലും മഹാനായ റൂഹുല്ലാഹി നീ വിചാരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ മരിക്കുമോ? നിന്റെ മനസ്സ് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ അവസാനിക്കുമോ? ഞാൻ വലിയ ആളല്ലയോ? അല്ല അല്ല, മരണത്തിന് മുമ്പിൽ നീ ആരാവാനാണ്? മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വനാന്തരത്തിലൂടെ നടന്നു പോകുമ്പോ കുറെ കുട്ടികൾ ഒരു കുരുവിയെ പിടിക്കാൻ പുറകെ നടക്കുകയാണ്. കുരുവിയാണെങ്കിലോ കുട്ടികളുടെ മലയിൽ പെടാണ് മരച്ചില്ലയിൽ നിന്ന് മരച്ചില്ലയിലേക്ക് പാറിക്കളിക്കുന്നു. ഈസാ നബിയോട് കുരുവി അഹങ്കാരത്തോടെ പറഞ്ഞു പത്ര ഈസാ നബിയെ, ഈ കുട്ടികളുടെ മണ്ടത്തരം കണ്ടോ? അവരെന്നെ പിടിക്കാൻ ഒരു വലയുമായി പുറകെ നടക്കുകയാണ്. പക്ഷേ ഞാൻ അവരുടെ വലയിൽ പെടില്ല ഈസാ നബിയെ. അങ്ങേക്കറിയാമല്ലോ ലോകത്തിലെ ഏറ്റവും പവറുള്ള ലെൻസ് എന്റെ കണ്ണിനാണ് അല്ലാഹു തന്നത്. കിലോമീറ്റർ മുകളെ ആകാശത്തിലൂടെ പറന്നു പോകുമ്പോ താഴെ ഭൂമിയിലെ കരിയിലയുടെ ഇടയിൽ കിടന്ന് പിടയുന്ന പുഴുക്കളെ കണ്ടെത്തി താഴോട്ട് വന്നതിനെ കൊത്തിപ്പറന്നു പോകാൻ കഴിയുന്ന രീതി ഏറ്റവും പവറുള്ള ലെൻസ് അല്ലാഹു തന്നിരിക്കുന്നത് എന്റെ കണ്ണിനാണ്. ഇത്രയും പവറുള്ള ലെൻസ് എന്റെ കണ്ണിരിക്കുമ്പോ ഞാൻ ഈ കുട്ടികളുടെ വലയിൽ പെടുമോ ഈസാ നബിയെ? അഹങ്കാരത്തോടെ ഈസാ നബിയോട് കുരുവി പറഞ്ഞപ്പോ മന്ദസ്മിതം പൂകി മറുപടി പറയാതെ ഈസാ നബി നടന്നുപോയി. വൈകുന്നേരം അതേ വഴിയിൽ ഈസാ നബി നടന്നു വരുമ്പോ അലൈഹിസ്സലാത്തു വസ്സലാം രാവിലെ വീരവാദം പറഞ്ഞ കുരുവി കുട്ടികളുടെ വലയിൽ കിടന്ന് പിടക്കുകയാണ് പ്രാണരക്ഷാർത്ഥം. ഈസാ നബി നോക്കുമ്പോ രാവിലെ വീരവാദം പറഞ്ഞ കുരുവി കിടന്ന് വലയിൽ കിടന്ന് പിടക്കുന്നത് കാണപ്പോ ഈസാ നബി ചോദിച്ചു പത്ര കുരുവി പറഞ്ഞത് നീയല്ലേ പറഞ്ഞത് നിന്റെ കണ്ണിന്റെ ലെൻസിന് പവർ കൂടുതലാണെന്ന്? അങ്ങകലെ വരുന്നത് നിനക്ക് കാണാൻ കഴിയുന്ന അത്ര പവറുള്ള ലെൻസാണെന്ന്. എന്നിട്ട് നീ കുട്ടികളുടെ വലയിൽ നീ പെട്ടല്ല ഭൂമി. നിന്റെ കണ്ണിന്റെ ലെൻസിന്റെ പവർ നിനക്ക് പ്രയോജനം ചെയ്തില്ലല്ലോ. ആ സമയത്ത് കുരുവി പറഞ്ഞ മറുപടി എന്റെ വിഷയത്തിന്റെ സമാപനത്തിൽ ഓർമ്മിപ്പിച്ചു. നമുക്ക് പിരിയാ സഹോദരങ്ങളെ. വലയിൽ കിടന്നിട്ട് പിടഞ്ഞിട്ട് കുരുവി പറഞ്ഞു എത്ര ഈസാ നബിയെ എത്ര പവറുള്ള ലെൻസാണെന്ന് പറഞ്ഞിട്ട് കാര്യമെന്താ? ഇദാ നസലൽ ഖലാഉ ഫഅമിൽ ബസറു, ഇദാ നസലൽ ഖലാഉ ഫഅമിൽ ബസറു. അല്ലാഹുവിന്റെ ഖലായത്തിയ തുറന്നു പിടിച്ച കണ്ണുകളും അറിയാതെ അടഞ്ഞു പോകും ഈസാ നബിയെ. ഇദാ നസലൽ ഖലാഉ, അല്ലാഹുവിന്റെ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ നീ ഇനി ജീവിക്കണ്ട, നിന്റെ ജീവിതം മതിയാക്കി എന്റെ അടുക്കലേക്ക് തിരിച്ചു വരൂ എന്ന് അല്ലാഹുവിന്റെ തീരുമാനം വന്നാൽ എത്ര തുറന്നു പിടിച്ച കണ്ണുകളും ഫാമിയൽ ബസറു, അറിയാതെ കണ്ണടഞ്ഞു പോകും ഈസാ നബിയെ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മൾ ഈ തുറന്നു പിടിച്ച കണ്ണുകൾ അടക്കപ്പെടും. ആരോ വന്ന് ഈ കണ്ണുകൾ തിരിഞ്ഞടിക്കും. പിന്നെ ഈ ലോകത്ത് നിന്ന് നീ വിട പറയുകയാണ്. ഈ ലോകത്ത് നിന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ആ സമയത്ത് നിന്റെ ജീവിതം മാധുര്യമായാൽ, ആ സമയത്ത് നിന്റെ മരണം മാധുര്യമായാൽ, എല്ലാ ശരീരവും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യുന്നു. ആ മരണത്തിന്റെ രുചി അറിയുമ്പോ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു മരണാസന്നനായി കിടന്നപ്പോ കൂട്ടുകാർ ചോദിച്ചു മാത്രം മരണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയാണ്, വബിസൂഇ അമലി മുലാഖിയാ വലിഖ്വാനി മുഫാരിഖാ വബിസൂഇ അമലി മുലാഖിയാ. ഞാൻ ജീവിതത്തിൽ ചെയ്ത ദുഷ്കർമ്മങ്ങൾ ഞാൻ കാണുകയാണ്. ആരാണ് പറയുന്നത്? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്ത് അവനവൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾ കാണേണ്ടി വരും. പെങ്ങളെ, ചെറുപ്പക്കാരാ, അശ്ലീലതകളുടെ ആരാധകത്വം
മഹത്വത്തിന്റെ പറമ്പുകളിലൂടെ നടക്കുമ്പോ ഈ അശ്ലീലതകൾ പാതിരായെന്നില്ലാതെ പകലില്ലാതെ മാടി വിളിക്കുന്ന നഗരത്തിലൂടെ ഓടുമ്പോ നീ ആരുമറിയാതെ ചെയ്തത് സക്കറാത്തിന്റെ വേദനയിൽ പിടയുമ്പോ നീ ജീവിതത്തിൽ ചെയ്ത ദുഷ്കർമ്മങ്ങൾ കാണുക തന്നെ ചെയ്യും. അതല്ല നീ ചെയ്തത് സൽക്കർമ്മങ്ങളാണോ അതവന്റെ മരണസമയത്ത് അവന് കാണുകയാണ്. സക്കറാത്തിന്റെ വേദന വന്ന് പിടയുമ്പോ 70,000 മലക്കുകൾ നെഞ്ചിന്റെ ഭാഗത്ത്, 70,000 മലക്ക് തൊണ്ടയുടെ ഭാഗത്ത് ആളുകളുടെ നോക്കി നിൽക്ക്. സക്കറാത്തിന്റെ വേദന നിനക്ക് പിടികൂടുമ്പോ, സക്കറാത്തിന്റെ വേദന തൊണ്ടക്കുടിയിൽ റൂഹത്തി നിൽക്കുമ്പോ ഇതാ ബലഗത്തിൽ ഹുഖൂ വഅൻതും ഹീനഇദിൻ തൻദുറൂ ونحن أقرب إليه منكم ولكن لا تبصرون. അല്ലാഹു ചോദിക്കുകയാണ്, നിന്റെ കണ്ണുമേ പോട്ടുയരുന്നുവല്ലോ, നിന്നെ അടുത്ത് കരയുന്ന ഭാര്യനെ കാണുന്നുവോ, അടുത്തു നിന്ന് പൊട്ടിക്കരയുന്ന മക്കളെ കാണുന്നുവോ? ആ സമയത്ത് അല്ലാഹു ചോദിക്കുകയാണ്, നീ പ്രതീക്ഷയോടെ നോക്കുമ്പോ വനഹിനു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. പൊട്ടിക്കരയുന്ന ഭർത്താവും മരണവേദനയിൽ പെടയുമ്പോ അടുത്ത് നിന്ന് കരയുന്ന ഭാര്യയേക്കാൾ തൊട്ടടുത്ത് ഞാനും എന്റെ മലക്കുകളുമുണ്ടല്ലോ. വലാകിൻ ലാ തുബ്സിറൂൻ. നിനക്കത് കാണാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ രണ്ടായത്താണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ യാഥാർത്ഥ്യമുള്ളത്. മരിക്കുന്ന സമയത്ത് മരണം മധുരമാക്കാൻ സന്തോഷത്തോടെ വിട പറയാണ്. എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്റെ പൊന്നുമക്കൾ എന്റെ വീട്ടിൽ. നാളെ വരുന്ന വാപ്പയെ കാത്ത് മിഠായി പൊതിയും കാത്തിരിക്കുന്നുണ്ട്. കാത്തിരിക്കുന്ന എന്റെ മക്കളുടെ മുമ്പിൽ അഹമ്മദ് കബീറിന്റെ മയ്യത്താണ് കിടന്നതെങ്കിൽ 3 തുണിയിൽ പൊതിഞ്ഞ വാപ്പാന്റെ മയ്യത്തിന് പിടിച്ചിട്ട് എന്റെ പൊന്നുമക്കൾ പൊട്ടിക്കരയുമ്പോ തണുത്തുറഞ്ഞു കിടക്കുന്ന മയ്യത്തിന്റെ ചാരത്ത് നിന്നിട്ട് ഇവൻ വാള് പറഞ്ഞവനായിരുന്നു, ഇവൻ എത്ര പേർക്ക് വാള് പറഞ്ഞു കൊടുത്തവനായിരുന്നു, പെട്ടെന്ന് അങ്ങോട്ട് പോയല്ലോ. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ കാര്യമെന്ന് ചുറ്റുവട്ടത്ത് അഭിപ്രായം പറയുമ്പോ മയ്യത്തെടുക്കേണ്ട സമയം വാപ്പയെ ഒത്തിട്ടും മക്കളും ഭാര്യയും ഉമ്മയും പൊട്ടിക്കരയുന്ന നേരം എന്റെ മയ്യത്ത് കെട്ടില് പള്ളിക്കാട്ടിലേക്ക് പോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാണേണ്ടവരാരെങ്കിലും ഇനി അവസാനം കാണാനുണ്ടോ എന്ന് മരണ വീട്ടിൽ നിന്നൊരു ചോദ്യം. ഭാര്യ ആ തട്ടഹസിച്ച് പറയുന്ന എന്റെ ഭർത്താവിനെ കൊണ്ടുപോകരുതേ. മക്കൾ പറയുന്ന എനിക്കൊന്നുകൂടി കാണണം. 3 വെള്ളത്തുണി മുഖം മൂടുന്നതിന് മുമ്പ് ഭാര്യയെയും മക്കളെയും അവസാനം കാണിക്കുമ്പോ പൊട്ടിക്കരന്നുകൊണ്ട് ഉമ്മ നിലവിളിക്കുന്നു, മോനെ പോവുകയാണോ? ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. പൊന്നുമോനെ ഇനി എന്ന് കാണുമെന്ന് ഉമ്മ നിലവിളിച്ചു ചോദിക്കുമ്പോ എല്ലാവരും പൊട്ടിക്കരയുന്ന നേരത്ത് എന്റെ മയ്യത്ത് അവനവന്റെ മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ മയ്യത്ത് താങ്ങിയെടുത്ത് പെട്ടിയിലോട്ട് വെക്കുമ്പോ എന്റെ പൊന്നുമക്കളുടെ നിലവിളി കേൾക്കുമ്പോ എനിക്ക് പറയാൻ കഴിയണം, മക്കളെ കരയണ്ടടാ മക്കളെ, നിങ്ങളുടെ വാപ്പയ്ക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് സ്വർഗമുള്ളത്, ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് ജന്നത്തുന്നഈമുള്ളത്, ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് സ്വർഗത്തിന്റെ സുഗന്ധമുള്ളത്, ഇനിയല്ലേ നിങ്ങളുടെ ഉപ്പയ്ക്ക് സ്വർഗത്തിന്റെ വസ്ത്രമുള്ളത്. പൊന്നുമക്കളെ ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് സ്വർഗത്തിന്റെ ഭക്ഷണ തളികയിൽ ഉണ്ണാൻ അവസരമുള്ളത് എന്നവനവന് പറയാൻ കഴിഞ്ഞാൽ ആ മരണത്തിനാണ് മധുരമുള്ള മരണമെന്ന് പറയുക. അങ്ങനെ പറയണമെങ്കിൽ ഇങ്ങനെ ജീവിച്ചാൽ അതിന് കഴിയില്ല. അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ അവൻ അല്ലാഹുവിലേക്ക് അടുത്തവനാകണം. അല്ലാഹുവിലേക്ക് അവൻ നമ്മളെ അടുപ്പിച്ചു തരട്ടെ. അടുക്കും തോറും നമ്മൾ റബ്ബിൽ നിന്ന് അകലുകയാണ്. നിസ്കാരത്തിന് കൃത്യമായി സമയം കണ്ടെത്താൻ പോലും നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ നഫ്സ് വീണ്ടും വീണ്ടും റബ്ബിലേക്ക് അടുക്കുമ്പോഴും റമളാനിലടുത്തു വീണ്ടും നഫ്സ് പിടിച്ചു പുറകോട്ട് വലിക്കുകയാണ്.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിലേക്ക് പരമാവധി അടുക്കലല്ലാതെ ഈ ദുനിയാവിൽ ഇനി ജീവിക്കാൻ കഴിയുകയില്ല. 7ാം ക്ലാസ്സുകാരന് ലഹരിക്കടിമപ്പെട്ടു പോകുന്ന ലോകത്ത് അല്ലാഹുവിലേക്ക് അടുക്കലല്ലാതെ ജീവിതത്തിൽ മാറ്റമുണ്ടാവില്ല. അല്ലാഹുവിലേക്ക് അടുപ്പിച്ചു തരട്ടെ. ആമീൻ പറയും. അല്ലാഹുവിലേക്ക് അടുപ്പിച്ചു തരട്ടെ. മന്ത്രിയെ കാണാൻ ഒരു അടുപ്പ് സൃഷ്ടിക്കാൻ പോയാൽ 10 പ്രാവശ്യം പോകണം. പക്ഷേ വിധാനസഭയിൽ ഒരു മന്ത്രിയോട് അടുപ്പമുണ്ടാക്കണമെങ്കിൽ എത്ര പ്രാവശ്യം കാത്തു നിൽക്കണം? ഏതൊക്കെ രീതിയിൽ അടുപ്പിക്കണം? ഒരു ചെറിയ പ്രവിശ്യയുടെ അധികാരം കൈയാളുന്ന ആളെ ഒന്ന് വട്ടം കൂട്ടണമെങ്കിൽ എത്ര കഷ്ടപ്പെടണം? പക്ഷേ രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ പ്രപഞ്ചാധിപതിയായ തമ്പുരാനിലേക്ക് നിനക്കെടുക്കണോ? നീ 1 മുഴം എടുത്താൽ അല്ലാഹു 10 മുഴം നിന്നിലേക്കെടുക്കും. കാരണം അല്ലാഹു മനുഷ്യനെ പോലെയല്ല. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൗമി ലിൽ ഇത്ലാഖി. 1 മുഴം നീ എടുത്താൽ 10 മുഴം റബ്ബ് ഇങ്ങോട്ടെടുക്കും. നീ നടന്ന് റബ്ബിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ നീ വരുന്നത് കണ്ടിട്ട് മറ്റൊരാള് മറുഭാഗത്തൂടെ പോകുന്നത് പോലെ നിന്റെ റബ്ബ് പോവില്ല ചെറുപ്പക്കാരാ. നീ നടന്നു പോയാൽ അല്ലാഹു നിന്റെ അടുക്കലേ കോടി വരും. മസാല അബ്ദി ബിന്നമാഫിലിയ ഖുർബു ഹത്താ അകൂന ലഹു യദം വല്ലർജുലാ ഫസംഉ മിൻഹു ثم عينا باصرا اي مثل ذلك في المطالب حرവലാ. അതുകൊണ്ട് ഈ ദുഷിച്ച ലോകത്ത് പരമാവധി റബ്ബിലേക്ക് അടുക്കീൻ. സുന്നത്തുകൾ പരമാവധി വർദ്ധിപ്പിക്കീൻ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹുവിലേക്ക് അടുക്കണമെങ്കിൽ ഫർള് വർദ്ധിപ്പിച്ചാൽ പോരാ. അല്ലാഹുവിലേക്ക് അടുക്കണമെങ്കിൽ സുന്നത്ത് വർദ്ധിപ്പിക്കണം. പരമാവധി സുന്നത്ത് നിസ്കാരങ്ങൾ. കേൾക്കണില്ലേ? സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു. തഹജ്ജുദ് നിസ്കാരങ്ങൾ, പ്രബലമായ സുന്നത്തുകൾ, നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്തുകൾ, ശേഷമുള്ള സുന്നത്തുകൾ, അതിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കീൻ. അല്ലാഹു നമ്മുടെ മരണം മധുരമാക്കി തരും. അല്ലാഹു നമ്മുടെ മരണം മധുരമാക്കി തരും. അല്ലാഹു നമ്മുടെ മരണം ഖൈറാക്കി തരും. അല്ലാഹു തരട്ടെ. ഇതാണ് ജീവിതത്തിന്റെ അർത്ഥം. മരണമാണ് വലുത്. ആ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ 6 അടി മണ്ണിനാണ് നീ. 6 അടി മണ്ണിലേക്കാണ് പിന്നെ നിന്റെ പോക്ക്. 2 ആയത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ 15 മിനിറ്റ് കൂടി. വേണ്ടേ? ഒരാൾക്ക് നന്നാവാൻ 2 മണിക്കൂർ പോലൊന്നും വേണ്ട. 3 അക്ഷരം മതി. 3 അക്ഷരം. കോടീശ്വരനായൊരു മനുഷ്യൻ, യൂറോപ്പിൽ കോടീശ്വരനായ മനുഷ്യൻ സുന്ദരികളായ പെൺകുട്ടികളെ പ്രൈവറ്റ് സെക്രട്ടറിമാരാക്കി അയാൾ സാമ്രാജ്യ ലോകത്ത് വിലസി. ഒരു ദീനീ പണ്ഡിതൻ തൻ്റെ ദൈവത്തുമായി പോകുന്ന വഴിയിൽ അദ്ദേഹത്തെക്കുറിച്ചറിഞ്ഞു. ഒരു പണ്ഡിതൻ. അദ്ദേഹം അവിടെ ചെന്ന് അദ്ദേഹത്തെ കാണാൻ തീരുമാനിച്ചു. അങ്ങനെയാണല്ലോ നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്, കാണേണ്ടവരെ അന്വേഷിച്ച്. എൻ്റെ ബഹുമാന്യ സുഹൃത്ത്, വലിയ അടുപ്പമൊന്നും എനിക്കില്ല, ശറഫുദ്ദീൻ ഹുദവി, അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ദാറുൽ ഹുദയുടെ മക്കൾ ഇന്ന് ആസാമിൻ്റെയും ബീഹാറിൻ്റെയും മണ്ണിൽ ചരിത്രം രചിച്ചിട്ടുണ്ട്. അങ്ങോട്ട് കർമ്മപദങ്ങൾ തേടി അങ്ങോട്ട് പോയി അവർ ലോകത്ത് സമസ്തയുടെ മക്കൾ വിപ്ലവം ജയിച്ചു. സമസ്ത പുഴുക്കുത്താണെന്ന് പറഞ്ഞ് എതിർക്കാൻ വന്നവർ യമനിൽ ആട്ടിൻപുറങ്ങൾ അന്വേഷിച്ചു പോയപ്പോൾ സമസ്തയുടെ മക്കൾ നാട്ടിൽ കർമ്മവീതികളിൽ വിപ്ലവം രചിക്കുകയായിരുന്നു. മറുഭാഗത്ത് ആളുകൾ ആടിനെ മേയ്ക്കാനുള്ള പരിശീലനത്തിലായിരുന്നു. സമസ്തയുടെ മക്കൾ കർമ്മപദത്തിൽ ആസാമിലും ഉത്തർപ്രദേശിലും ഇന്നൊരു വലിയ വിപ്ലവത്തിൻ്റെ ധ്വനി മുടങ്ങി. അള്ളാഹു അവരുടെ സേവനങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് മാതൃകളാക്കി തരട്ടെ. ശറഫുദ്ദീൻ ഹുദവി എനിക്ക് മുമ്പ് സംസാരിച്ചെങ്കിലും എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 2 ഹുദവികളാണ്. അവർ പറയും ഞങ്ങൾക്കൊക്കെ ചില റോൾ മോഡലുകൾ ഉണ്ടായിരുന്ന ഒരാളാണ് ശറഫുദ്ദീൻ ഹുദവി. അള്ളാഹു അദ്ദേഹത്തിന് ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണാൻ ചെന്നു. പ്രബോധനം അവിടേക്കാണ്. അയാൾ അവിടെ ചെന്ന് പ്രൈവറ്റ് സെക്രട്ടറിയോട് ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ ബോസിനെ ഒന്ന് കാണണം. അവർ പറഞ്ഞു ബിസിയാണ്, പറ്റില്ല. അദ്ദേഹം പോകാൻ തയ്യാറായില്ല. ഒന്നുകൂടി പോയി ചോദിക്കൂ. പ്രൈവറ്റ് സെക്രട്ടറി പോയി ചോദിച്ചോ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു സമയമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സമയമില്ല, കാണാൻ പറ്റില്ല, തിരക്കാണ്, ബിസിനസ് മീറ്റാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് തീരുന്നത് വരെ ഞാൻ നിന്നോളാം. അവരെന്ത് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോകാൻ തയ്യാറായില്ല. കാരണം അവർക്ക് സ്വർഗം ഇബാദത്തെ
ഖിദ്മത്ത് സെ ഹുദാ മിലേഗ, ഇബാദത്ത് സെ ജന്നത്ത് മിലേഗ. അവർ ഖിദ്മത്തിലായിരുന്നു, പോകാൻ തയ്യാറായില്ല. അദ്ദേഹം ഞാൻ ഇവിടെ നിന്നോളാം. എന്ത് കഴിഞ്ഞിട്ടും പോകാൻ തയ്യാറായിരുന്നപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തോട് പറഞ്ഞു, എന്ത് പറഞ്ഞിട്ടും പോകുന്നില്ല, നിങ്ങൾ ഇറങ്ങുന്നത് വരെ അദ്ദേഹം കാത്തിരിക്കാൻ. ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, അദ്ദേഹത്തോട് 1 മിനിറ്റ് ഒരു വാക്കെനിക്ക് പറയണം, അതിനുള്ള സമയം തന്നാൽ മതി. ശല്യം സഹിക്കാതെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് അയാൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു വാക്ക് പറഞ്ഞിട്ട് ഈ ശല്യം ഒഴിവാക്കി പോകുമെങ്കിൽ പോകട്ടെ, കയറി വരാൻ പറയും. ശീതീകരിച്ച റൂമിൽ കോൺക്രീറ്റ് സൗധത്തിൻ്റെ നടുവിൽ റിവോൾവിംഗ് ചെയറിൽ ലരണാമണികളായ തോടികളുടെ സേവനത്തിൻ്റെ നടുവിൽ തൊലിവെളുത്ത പെമ്പിളരുടെ നടുവിലിരുന്ന ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കിയ മനുഷ്യൻ്റെ മുമ്പിൽ പോയി ഈ കൃശഗാത്രനായ പ്രബോധകനായ മനുഷ്യൻ നിന്നു. അദ്ദേഹം താരിക്കടന്ന് ചോദിച്ചു, എന്ത്? പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വന്നാണ്. എന്നാൽ പറഞ്ഞിട്ട് പോ. റിവോൾവിംഗ് ചെയറിൽ ചാരി കിടക്കുന്ന അയാളുടെ മുഖത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ നീ മരിക്കും. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. ഒരു ദിവസം നീ മരിക്കും. മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഒരു ദിവസം നീ മരിക്കും. ആ ഒരൊറ്റ വാക്ക് പറഞ്ഞ ആ മനുഷ്യൻ വാതിൽ തുറന്നിറങ്ങിപ്പോയി. ഇതൊരു റൊമാൻറ്റിക് ഭാവനയല്ല, നടന്ന സംഭവമാണ്. ആ ഒരൊറ്റ വാക്ക് ആ മനുഷ്യന്റെ ജീവിതം മാറ്റിമറിച്ചു. ഇന്ന് അദ്ദേഹം ആത്മീയതയുടെ കൂടിന്റെ ഉള്ളിലാണ്. ഒരാൾക്ക് നന്നാവാൻ 3 അക്ഷരം മതി, നാളെ നീ മരിക്കും എന്ന ബോധത്തിനാണ് ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ മാറ്റത്തിന്റെ തിരുത്തലുകൾ ഉണ്ടാവാൻ കഴിയുക. നീ മരിക്കും, നാളെ നീ കിടക്കുന്നത് കവി പറഞ്ഞതുപോലെ 6 അടി മണ്ണിന്റെ ജന്മി. 6 അടി മണ്ണാണ് നിനക്കുള്ളത്. 6 അടി തന്നെ ഇല്ല. കബറ് കുടിക്കാൻ നേരത്ത് വെട്ടുന്നവന്റെ മൺവെട്ടി ഒരു കല്ലിൽ തട്ടിയാൽ അവനൊരൽപ്പം ഇങ്ങോട്ട് മാറ്റും. അപ്പൊ വെട്ടി വരുമ്പോൾ ഒരു 5.25 അടിയൊക്കെ ഉണ്ടാവുള്ളൂ. 6 അടി തന്നെ നിനക്ക് കൂടുതൽ ഇല്ല. പിന്നെ നീ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? وَإِنَّمَا تُوَفَّوْنَ أُجُورَكُمْ يَوْمَ الْقِيَامَةِ فَمَنْ زُحْزِحَ عَنِ النَّارِ وَأُدْخِلَ الْجَنَّةَ فَقَدْ فَازَ وَمَا الْحَيَاةُ الدُّنْيَا إِلَّا مَتَاعُ الْغُرُورِ. 6 അടി മണ്ണിൽ കിടക്കുന്ന നിന്നെ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് കൊണ്ടുവന്ന് നിൽക്കുമ്പോ നാളെ പരലോകത്ത് ഇഹലോകത്ത് നീ ചെയ്ത പ്രവർത്തനത്തിന്റെ പ്രതിഫലം തരാൻ, നിങ്ങളുടെ പ്രതിഫലം തരാൻ പടച്ചിറപ്പ് നിങ്ങളുടെ ഹാജരാക്കുകയാണ്. എവിടെ? യൗമൽ ഖിയാമ, പരലോക ദിവസം. ഖിയാമത്ത് നാളിൽ റബ്ബ് പ്രതിഫലം തരാൻ പോവുകയാണ്. പ്രതിഫലം 2 ഉള്ളൂ. 1 ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ്സഈർ. ഒന്നുകിൽ നരകമാണ്, അല്ലെങ്കിൽ നിനക്ക് സ്വർഗമാണ്. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ആമീൻ പറ. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ഈ ആയത്താണ് ജീവിതത്തിന്റെ പരമാർത്ഥം. ഇതാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. മരിക്കും നീ, ഹാജരാക്കപ്പെടും നീ, പ്രതിഫലം നൽകപ്പെടും നീ. അന്ന് നിനക്ക് സ്വർഗം കിട്ടുന്നവനാണ് ഫഖദ് ഫാസ്, അവനാണ് ജീവിതത്തിൽ വിജയിച്ചവൻ. അല്ലാഹു നമുക്കത് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്കത് നൽകുമാറാകട്ടെ. നാളെ സ്വർഗം കിട്ടുന്നവൻ ആർക്കാണ് നാളെ സ്വർഗം കിട്ടുക? അല്ലാഹു പറയുകയാണ്, ശാബുന് നശഫി ഇബാദത്തില്ലാഹ്, യുവത്വം അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചവൻ, SYSന് വേണ്ടി ഖിദ്മത്ത് ചെയ്തവന്, ആ ഒരു സത്യസന്ധതയുടെ പാതയിലെ ജീവിതം ചെലവഴിച്ചവന്, മജ്‌ലിസുൻ നൂറുകളിൽ ഹാജരായവന്, അവനാണ് നാളെ അല്ലാഹു സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമയം വളരെ കുറച്ചായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ ചെയ്തതിൻ്റെ പ്രതിഫലം, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും കിളിമകളെ എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് യൂരിൻ്റെ വിരിമാറിൽ ഞങ്ങളുടെ നേതാവുണ്ടെങ്കിൽ ഇക്കൊടിയാണ് കട്ടായം, പകരം ഞങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞ് വിപ്ലവ വീര്യം ഉള്ളിൽ വളർത്തി അവസാനം ഒന്നുമില്ലാതെ വെയിറ്റിംഗ് ഷെഡിൻ്റെ മുകളിൽ പേരെഴുതി വെച്ച് ബുബൂദിയിലേക്ക് അലിഞ്ഞുപോയ ഒരു ക്ഷണിക യൗവനത്തെക്കുറിച്ചല്ല ഖുർആൻ പറഞ്ഞത്. യുവാക്കളെ, നിങ്ങൾ തൻ നിത്യവിശുദ്ധമാം ജീവിത പാതയിലൂടെ പോവുക മുന്നോട്ട്. മാനവ ജീവിതം അന്യോന്യ സുന്ദരമാക്കുവാൻ ഇല്ല തിരിച്ചിനെ കിട്ടില്ലൊരിക്കലും. മുല്ലതൻ പൂ പോൽ ചിരിക്കും ഈ യൗവനം. ഈ യൗവനം മുല്ലമൊട്ടുപോലെ ചിരിക്കുന്ന ഈ യൗവനം ഇനി ഒരിക്കൽ അല്ലാഹു തിരിച്ചു വരില്ല. എൻ്റെ യുവാക്കളോട്, നിങ്ങളെന്നെ കേൾക്കണില്ലേ? ഉറക്കം പറഞ്ഞണ്ട. ഈ മുല്ലപൊട്ട് പോലെയുള്ള യൗവനം ഇനി തിരിച്ചു വരില്ല.
കൊഴിഞ്ഞു വീടുന്ന നിമിഷങ്ങൾക്ക് പുനരവതാരമില്ല. നിരാശയോടെ നോക്കി നിന്നിട്ട് കാര്യമില്ല. ഈ അസുലഭ നിമിഷം അള്ളാഹുവിന്റെ അർശിന്റെ തണല് കിട്ടാനുള്ള, നാളെ സ്വർഗത്തിന്റെ വാതില് കിട്ടാനുള്ള ഈ പ്രവർത്തിച്ചാൽ, സമസ്തയിൽ പ്രവർത്തിച്ചാൽ, SYS പ്രവർത്തിച്ചാൽ, രാത്രിയിലും മജ്‌ലിസുന്നൂറിൽ ഇരുന്നാൽ, ലോകത്തുള്ള 140 രാട്ടങ്ങൾ ഏതൊക്കെ പെണ്ണ് തുണിയുരിഞ്ഞാടിയാലും അത് മുഴുവൻ റിമോട്ട് കൺട്രോളിന്റെ ചാനലിലൂടെ മാറിമറിയുന്ന ആധുനിക സംസ്കാരത്തെ വിട്ടിട്ട് പാതിരാത്രിയിൽ മജ്‌ലിസുന്നൂറിലിരുന്നാൽ ആ സമയത്ത് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ പ്രതിഫലം നമുക്ക് കാണാൻ കഴിയുന്നതല്ല. എല്ലാ പ്രതിഫലവും അങ്ങനെ കാണാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കുന്നത് കണ്ണിൽ കേൾക്കണുണ്ട, ഇതിന്റെ പ്രതിഫലം എന്താ ബാക്കവി എന്ന് ചോദിച്ചാൽ, ഇതിന്റെ പ്രതിഫലം എന്താ തങ്ങളെ എന്ന് ചോദിച്ചാൽ, ഇത് കാണാവുന്നൊരു പ്രതിഫലമല്ല. പക്ഷേ കണ്ടിട്ട് പടച്ചവനെ ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന് നിങ്ങൾ പറയുന്നൊരു സമയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യാൻ ഒരു പേപ്പർ വന്നിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം നിർത്താൻ സമയമായി എന്നാണ്. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ഈ ഭക്ഷണമൊക്കെ വിളമ്പിച്ചിട്ട് തിന്നണവൻ അറിഞ്ഞില്ലെങ്കിൽ അടുക്കള പെണ്ണുങ്ങൾ പാത്രത്തിൽ ഒരു തട്ട് തട്ടും, തീർന്നു. അള്ളാഹു നമുക്ക് ചിന്ത തരട്ടെ. ഞാൻ ഈ വാക്ക് പറയാൻ ഞാൻ പോകുന്നു, നിങ്ങളും പോകുന്നു, പിരിയുന്നു. ജീവിതത്തിൻ്റെ ഒരു നാൽക്കവലകളിൽ ആകസ്മികമായി ഇങ്ങനെ കഴിഞ്ഞുകൂടി ഒരല്പനേരം പറഞ്ഞ് കവി പറഞ്ഞതുപോലെ അറിഞ്ഞതിൽ പാതി പറഞ്ഞില്ല, പറഞ്ഞതിൽ പാതി പതിരായിപ്പോയി. പറയാൻ വന്നതിൻ്റെ പാതി പറയാതെ പറഞ്ഞതിൽ പാതി പതിരാണോ കതിരാണോ എന്നറിയാതെ തിരിച്ചു പോകുമ്പോൾ ഇനിയൊരു ചോദ്യമുണ്ട്. നാം പറയുന്നൊരു സമയമുണ്ട്, ഞാൻ ചെയ്തതിൻ്റെ പ്രതിഫലം ഇതായിരുന്നല്ലോ, ഞാനന്ന് ചെയ്യാതിരുന്നെങ്കിൽ പടച്ചവനെ ഞാൻ ആരായിപ്പോയേനെ എന്ന് പറയുന്നൊരു സന്ദർഭമുണ്ട്. ആ ഒരൊറ്റ കാര്യം, സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടും. മജ്‌ലിസുന്നൂർ, ഈ കാണുന്ന സമസ്തയുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നമ്മുടെ ഉലമാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിതുകൊണ്ട് നേടി എന്ന് ചോദിച്ചാൽ ഇതൊക്കെ മാറും. ഇപ്പം അന്തരീക്ഷം പൊടി പടലം പിടിച്ചു കെട്ടാൻ എന്താന്ന് നമുക്കറിയില്ല. പക്ഷെ അന്തരീക്ഷമൊക്കെ തെളിയും. എല്ലാം മനസ്സിലാകുന്നൊരു ദിവസം വരുമ്പോൾ, നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ നിൽക്കുമ്പോൾ അള്ളാഹു പറയും, നിങ്ങൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നോളുക. ആളുകൾ പോയി സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കും. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കും ഇല്ല. സ്വർഗം നമ്മൾ എത്തുമ്പോഴേ വാതിൽ താനെ തുറക്കപ്പെടും. നമ്മൾ തുറക്കണ്ട. സ്വർഗം അങ്ങനെയാണ്. വസീകല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ. നമ്മൾ പോകുമ്പോൾ ഇപ്പോഴങ്ങനെയല്ലേ, ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ നമ്മളെ കാണുമ്പോഴേ വാതിൽ താനേ തുറക്കും. അതിപ്പോൾ ആര് പോയാലും തുറക്കും. കൂട്ടത്തോടെ പോയപ്പോൾ വാതിലപ്പോൾ അത് ശൈഖുനാൻ്റെ കറാമത്താന്ന് പറഞ്ഞ് തക്ബീർ വിളിച്ച ആളുകളുമുണ്ട്. വാതിൽ അതും നമ്മുടെ പറ്റിലിരിക്കട്ടെ. ഇതിപ്പോൾ ആര് പോയാലും തുറക്കും. നായ അതിലെ പോയാലും പൂച്ച അതിലെ പോയാലും തുറക്കും. ആ തുറക്കുന്ന ഷോപ്പിംഗ് മാളിൻ്റെ മുമ്പിലെത്തുമ്പോൾ വാതിൽ തുറക്കുന്നത് പോലെ അല്ലാഹു പറയാണ്, വസീകല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ. വസീകല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ. സത്യവിശ്വാസികളെ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ വാതില് താനേ തുറക്കപ്പെടുമത്രേ. ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ. അവരെത്തുമ്പോഴേ സ്വർഗത്തിന്റെ വാതില് താനേ തുറക്കപ്പെടും. വഖാല ലഹും ഖസനതുഹാ. സ്വർഗത്തിന്റെ വാതിൽ നിൽക്കുന്ന കാവൽക്കാർ അവരോട് പറയും, സലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. ഈ സ്വർഗത്തിൽ നിങ്ങൾ കാലാകാലം താമസിച്ചു കൊള്ളുക. സ്വർഗത്തിന്റെ വാതിൽ താനേ തുറന്നു. കാവൽക്കാര് സലാം പറഞ്ഞു തിബുത്തും, എത്ര സുന്ദരമായിരിക്കുന്നു, നിങ്ങൾ ശാശ്വതമായി ഇവിടെ താമസിച്ചു കൊള്ളുക എന്ന് പറയുമ്പോ പോകുന്ന സത്യവിശ്വാസികൾ സ്വർഗത്തിലേക്കൊന്ന് എത്തി നോക്കും. സ്വർഗം തുറന്നു. ഈ പോയാലുടനെ നമുക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എവിടെ കയറിയാലും ആദ്യം ഒന്ന് മേലോട്ടൊന്ന് വട്ടൊന്ന്. ഇപ്പം ഹാളി വന്നപ്പോഴും ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് നോക്കിയൊന്ന് മൊത്തത്തിൽ എന്താ പടച്ചോനെ ഇപ്പം കഥ. ഞാനിവിടെ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് എങ്ങനെ നോക്കി പടച്ചോനെ ഇപ്പം എന്താ മുകളിൽ മേഘം. ഇപ്പം ഖത്തറിലൊരു വില്ലോജിയ മാളിലോട്ട് ഈ സീനറി ഉള്ളൂ. ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ പെണ്ണുങ്ങൾ മുകളിൽ റഫൈനാകും മക്കാനൻ അലിയ, അവർ നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് ഇപ്പം ഇങ്ങനെ ഒരു മൊത്തത്തിലൊരു ഒരു നോട്ടമുണ്ട്. അതേതൊരു മനുഷ്യൻ്റെ സ്വഭാവമാണ് അല്ലേ. നമ്മളൊരു
അപരിചിതമായൊരു സ്ഥലത്ത് നമ്മൾ പോയാൽ മൊത്തത്തിലൊന്ന് നോക്കുക എന്നുള്ളൊരു മനുഷ്യൻ്റെ സ്വഭാവമാണ്. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ മഹിശറയുടെ കട്ടപ്പാട് കഴിഞ്ഞ് സ്വർഗം തുറക്കുമ്പോഴേ വഖാല അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശക്കൂർ. സൂറത്തുൽ ഫാത്തിർ. റബ്ബേ, ദുഃഖങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അല്ലാഹ്, ഹിസാബ് കഴിഞ്ഞല്ലോ അല്ലാഹ്, സിറാത്ത് കടന്നല്ലോ അല്ലാഹ്. വഖാലു അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശക്കൂർ. കട്ടപ്പാട് കഴിഞ്ഞ് സിറാത്ത് കടന്നു. വാതിൽ തുറന്നിട്ടവരും മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോ ആ സമയത്ത് പറയുന്നൊരായത്ത് ഖുർആൻ പറയുന്നുണ്ട്, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹു വഔറസന അൽ-അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ ഫനിഅമ അജ്റുൽ ആമിലീൻ. വഖാലു, സ്വർഗവാസികൾ പറയും, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. റബ്ബേ, നീ ഞങ്ങളേത് പറയിപ്പിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കണ്ടിട്ട് അവർ പറയും, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. അല്ലദീ സ്വദഖനാ വഅദാ, നീ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അപ്പടി തന്നെ നീ പാലിപ്പിച്ചല്ലോ അല്ലാഹ്. ഒരു ദിക്ർ ഒരാൾ ചെയ്താൽ സ്വർഗത്തിൽ ഒരു മരം നടപ്പെടും. മജ്ലിസ് നൂറിൽ ഒരു ദിക്ർ പറയുമ്പോൾ ഒരു മരം നടപ്പെടും. മജ്ലിസ് നൂറിൽ ഇരുന്നവൻ എക്സാമ്പിൾ പറയാൻ ആ മരം കാണുമ്പോൾ അവൻ പറയും, അല്ലാഹുവേ, അല്ലദീ സദഖനാ വഅദാ, നീ പറഞ്ഞ വാഗ്ദാനമൊക്കെ പാലിച്ചല്ലോ റബ്ബേ. വഔറസനൽ അർള നതബവ്വഉ മിനൽ ജന്ന, സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുമിച്ച് കൂട്ടിയല്ലോ അല്ലാഹ്. ഫനിഅമ അജ്റുൽ ആമിലീൻ. ജോലി ചെയ്യുന്നവൻ ഒട്ടും കുറയാതെ പ്രതിഫലം കൊടുക്കുന്ന മുതലാളി നീ മാത്രമാണ് റബ്ബേ. ഫനിഅമ അജ്റുൽ ആമിലീൻ, ഫനിഅമ അജ്റുൽ ആമിലീൻ. ജോലി ചെയ്തിട്ട് ഇത്രയും നന്നായിട്ട് കൂലി തരുന്നൊരു യജമാനന്. ഈ വാക്കിലാണ് നമ്മുടെ പ്രതീക്ഷ. ഫനിഅമ അജ്റുൽ ആമിലീൻ. ജോലി ചെയ്തിട്ട്, ദുനിയാവിൽ ജോലി ചെയ്തിട്ട് മുതലാളി പല കുറവും പറഞ്ഞ് പിടിച്ചോണ്ട് പോയി. പക്ഷേ ചെയ്ത ജോലിക്ക് കൃത്യമായി ഇത്ര നന്നായി പ്രതിഫലം തരുന്ന ഒരു മുതലാളി നീയല്ലാതെ മാലിക്കുൽ മുലൂക്കേ, റഹീമായ റബ്ബേ, നീയല്ലാതെ മറ്റൊരാളില്ലല്ലോ അല്ലാഹ്. അല്ലാഹു സ്വർഗത്തിന്റെ പ്രതിഫലം തരട്ടെ. ഈ ആയത്താണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. ഇനി ഇതിന്റെ പരമാർത്ഥമുണ്ട്. സ്വർഗമാണ് നിനക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള സ്ഥലം സ്വർഗമാണ്. നീ ആഗ്രഹിച്ചതൊക്കെ കിട്ടുന്നത് സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ. നീ ആഗ്രഹിച്ചതൊക്കെ റബ്ബ് നിനക്ക് സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. നീ ആഗ്രഹിച്ചത് കിട്ടുന്നത് സ്വർഗത്തിലേയുള്ളൂ. ഇനി ജീവിതത്തിന്റെ പരമാർത്ഥ രണ്ടാമത്തെ ആയത്താണ്, ലതുബ്ലവുന്ന ഫീ അമ്വാലിക്കും വഅൻഫുസിക്കും. നിന്റെ സമ്പത്തിന് നിന്നെ ഞാൻ പരീക്ഷിക്കും, വഅൻഫുസിക്കും, നിന്റെ ശരീരത്തിലും എന്ന് പറഞ്ഞാൽ നീ സ്നേഹിച്ച് കൊതി തീർ. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, അൻഫുസ് എന്ന് പറഞ്ഞതിന് 3 വ്യാഖ്യാനമുണ്ട്. ഒന്ന്, നിന്റെ മക്കളെ കൊണ്ട് നിന്നെ പരീക്ഷിക്കും. 2, മാറാ രോഗങ്ങൾ കൊണ്ട് നിന്നെ പരീക്ഷിക്കും. അൻഫുസ് എന്നതിന് 3 മുഫസ്സിരീങ്ങൾ 3 അർത്ഥമാണ് പറഞ്ഞത്. മൂന്നാമത്തേത്, സാലിഹ് കൊയ്യോടിലേക്ക് അനുസ്മരണത്തിലേക്ക് തിരിച്ചു വരട്ടെ ഞാൻ. നീ മനസ്സുകൊണ്ട് വല്ലാതെ സ്നേഹിച്ചു കൊതി തീരുന്നതിന് മുമ്പേ നീ ഇഷ്ടപ്പെട്ടവരെ മരണം കൊണ്ട് തിരിച്ചെടുത്തിട്ട് നിന്നെ ഞാൻ പരീക്ഷിക്കും മനുഷ്യ. ഇത് ജീവിതത്തിന്റെ പരീക്ഷണമാണ്. ജീവിതം പരീക്ഷണത്തിന്റെ കനൽ പദങ്ങളെ താണ്ടി നടക്കാനുള്ളതാണ്. ഖുഷി ജിന്ദഗി കി മഹലോ മേ ഹമേം സോ നഹീ സക്താ, ജിന്ദഗി കി നുക്കേലി പത്തർ കി രാസ്തേ പർ ചലനാ ചാഹിയേ. ജീവിതം അങ്ങനെയാണ്. ആ സമയത്തൊക്കെ വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ. ഈ പരീക്ഷണങ്ങളെ സഹിച്ച് നീ നടന്നു പോകുമ്പോൾ ചുറ്റുവട്ടത്ത് പലരും നിന്നെക്കുറിച്ച് പലതും പറഞ്ഞേക്കാം. അതിനൊന്നും മറുപടി പറയാതെ വഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉബൂർ. ക്ഷമയോടെ തഖ്വയോടെ മുമ്പോട്ട് പോയാൽ അള്ളാഹു നിനക്ക് പരലോകത്തിന്റെ വിജയം കാത്തുവെച്ചിട്ടുണ്ട്.
ഇതാണ് ജീവിതം. ഒന്ന്, ജീവിതത്തിന് യാഥാർത്ഥ്യം, മരിക്കും, പരലോകത്ത് വരും, അത് യാഥാർത്ഥ്യമാണ്. പരമാർത്ഥം, ഈ ജീവിതത്തിൽ പല സങ്കടങ്ങളും ഉണ്ടാവും. ആ സങ്കടങ്ങളെയൊക്കെ മാറ്റിവെച്ച് പരലോകത്തേക്കുള്ള യാത്രയ്ക്ക് നമ്മൾ തയ്യാറാവണം. കാരണം വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മത്താഉൽ ഗുറൂർ, ഈ ദുനിയാവ് നിന്നെ ചതിക്കുന്ന ഒരു വസ്തുവാണ്. ഈ ദുനിയാവിൻ്റെ ചതിയിൽ നീ പെട്ടുപോകരുത്. ദുനിയാവിൻ്റെ ചതിയിൽ നീ പെട്ടുപോകരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ജീവിതയാത്രയുടെ യാഥാർത്ഥ്യവും പരമാർത്ഥവും നമ്മുടെ മുമ്പിൽ പച്ച വിരിച്ചു നിൽക്കുമ്പോൾ അള്ളാഹു നമുക്കതിൽ പിടിച്ചു നിന്ന് മരണം മധുരമാക്കി പിരിഞ്ഞു പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകൻ. ആമീൻ പറയിൻ. ബഹുമാനനായ തങ്ങളടക്കമുള്ള ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നു മജ്‌ലിസുന്നൂറിന്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി. എല്ലാം പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ, എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമുക്ക് പറയാനേറെയുണ്ട്. പക്ഷേ ഇത്രയും നേരം വന്ന് പറഞ്ഞു പോകുമ്പോൾ എന്ത് ബാക്കി എന്ന് ചോദിച്ചാൽ ഒന്ന് മാത്രം ബാക്കിയാവണം. ഈ ജീവിതയാത്രയിൽ നാം നിലനിൽക്കേണ്ട നില മൂല്യങ്ങളുണ്ട്. ഒരു 3 സബദവേഷങ്ങൾ ഒറ്റ വാക്കിൽ മഹാനായ ഖാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റമുണ്ടാക്കിയ ചില വസ്തുതകളുണ്ട്. ചോദിച്ചു, എന്താണ്? ഒരു ദിവസം ഞാൻ അല്ലാഹുവിൻ്റെ ഖുർആൻ ഓതിയപ്പോൾ ഒരായത്ത് കണ്ടു. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നശിച്ചു പോകും. വമാ ഇൻദല്ലാഹി ബാഖ്, അല്ലാഹുവിന്റെ അടുക്കൽ ഇരിക്കുന്നതെല്ലാം ശേഷിക്കുന്നതാണ്. ഞാൻ ഈ ആയത്ത് കണ്ടു. മാ ഇൻദകും യൻഫദു, ഈ 3 കാര്യം മതി ചിന്തിക്കാൻ. മാ ഇൻദകും യൻഫദു, നിന്റെ കയ്യിലുള്ളതൊക്കെ നശിച്ചു പോകും. വമാ ഇൻദല്ലാഹി ബാഖ്, അല്ലാഹുവിന്റെ അടുക്കലുള്ളതെന്ന് ശേഷിക്കുന്നതാണ്. നശിച്ചു പോകുന്നത് ശേഷിക്കുന്നതിലേക്ക് മാറ്റിവെക്കണേ. ഈ ആയത്ത് കേട്ടപ്പോൾ, ഈ ആയത്ത് വായിച്ചപ്പോൾ, ഇതാണ് പരമാർത്ഥമെന്നറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ അന്ന് ഉറപ്പിച്ചു. ഒന്ന്, ആ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യുമോ? ഈ ആയത്ത് കണ്ടപ്പോൾ എൻ്റെ അടുക്കലുള്ളതൊക്കെ നശിക്കും, അള്ളാഹുടെ അടുത്തുള്ളതൊക്കെ ബാക്കിയാകുമെന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ വെച്ച് 2 കാര്യങ്ങൾ തീരുമാനിച്ചു. ഒന്ന്, അള്ളാഹുടെ ആയത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. എൻ്റെ وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. ആര് സ്വന്തം നഫ്സിനെ തെറ്റിൽ നിന്ന് പിടിച്ചു നിർത്തുന്നുവോ അവന് സ്വർഗത്തിലേക്ക് നടക്കുമെന്ന ആയത്ത് കണ്ടപ്പോ ഞാൻ എൻ്റെ ശരീരത്തെ, എൻ്റെ നഫ്സിനെ തെറ്റിൽ നിന്ന് പിടിച്ചു നിർത്താൻ തുടങ്ങി. ഞാൻ അന്ന് മുതൽ തീരുമാനിച്ചു, എൻ്റെ നഫ്സിനെ ഞാൻ തെറ്റിൽ നിന്ന് പിടിച്ചു നിർത്തും. നമുക്കും അങ്ങനെയാവാം. നമ്മുടെ നഫ്സിനെ തെറ്റിൽ നിന്ന് പിടിച്ചു നിർത്തണം. ഇൻഷാല്ലാഹ് പറ്റൂലേ? നിങ്ങളോട് മാത്രമല്ല, ആദ്യം എന്നോട്. ഒരു വിരളെ നിങ്ങളുടെ നേരെയുള്ളൂ, 4 എൻ്റെ നേരെയാണ്. നമ്മുടെ തെറ്റുകളെ, ബാംഗ്ലൂരൊക്കെ പെട്ടെന്ന് തെറ്റിലേക്ക് പോകാൻ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നൊരു ലോകമാണ്. അവിടെയാണ് നമ്മൾ പിടിച്ചു നിൽക്കേണ്ടത്. എൻ്റെ റബ്ബെനിക്ക് തന്ന അനുഗ്രഹം, ആരുമില്ലാത്ത ഒറ്റമുറിയിൽ കെട്ടിപ്പിടിക്കാൻ ഓടി വരുമ്പോഴും കാലമആദല്ലാ ഇന്ന റബ്ബി അഹ്സന മസ്വായി, എൻ്റെ റബ്ബിനിക്ക് ഏറ്റവും നല്ല താവളം ഒരുക്കി തന്നിട്ട് ഞാൻ എൻ്റെ റബ്ബിനെ പേടിക്കാതെ ജീവിക്കാനോ എന്ന് പറഞ്ഞ യൂസുഫ് നബിയെ പോലെ തെറ്റുകൾ പോകാനുള്ള സാഹചര്യത്തിൽ തെറ്റ് ചെയ്യാതിരിക്കുക, തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു മഹാനായ പണ്ഡിതൻ സ്വർഗത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, സ്വർഗത്തിലേക്ക് എത്ര ദൂരമുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 കദം കി രാസ്താ ഹെ, 2 കാലടി ദൂരമേ സ്വർഗത്തിലേക്കുള്ളൂ. ഒരു കാല് ചവിട്ടിട്ട് മറ്റേ കാല് വെക്കുന്ന സ്വർഗത്തിലാണ്. അത്ഭുതത്തോടെ സദസ്സ് ചോദിച്ചു, ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് 2 കാല് ദൂരമോ? അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായില്ല. മഹാനവറുകൾ പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ 2 കാല് ദൂരമേ ഉള്ളൂ. ഒന്ന്, പഹലി കദം അപ്നി നഫ്സ് പർ, ദുസരി കദം ഖുദാ കി ജന്നത്ത്. ആദ്യത്തെ കാലെടുത്തിട്ട് നിൻ്റെ നെഫ്സിൻ്റെ മുകളിൽ ചവിട്ടണം. എന്നാൽ 2ാമത്തെ കാല് നീ വെക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗത്തിലാണ്. സ്വർഗത്തിലേക്ക് ഒറ്റ കുറുക്ക് വഴിയുള്ളൂ. പഹലാ കദം, ഉറുദു അറിഞ്ഞൂടെ? പഹലാ കദം അപ്നി നഫ്സ് പർ, 1ാമത്തെ കാലെടുത്തിട്ട് ഒറ്റ ചവിട്ട്, അതിനകത്ത് നിൻ്റെ നെഫ്സ് താടണം. എന്നാൽ 2ാമത്തെ കാല് സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ഒരു കാലിൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തു. കാരണം
ഒരു കാല് നഫ്സിനെ ചവിട്ടി മറ്റേ കാല് സ്വർഗത്തിൽ ചവിട്ടാനുള്ളതാണ്. അതുകൊണ്ടാണ് മഹാനവറുകൾ അങ്ങനെ നിന്നത്. തഹജ്ജുദ് നിസ്കരിക്കുന്ന മുഹീദ്ദീൻ ശൈഖിനോട് ഇന്ന് നിസ്കരിക്കണ്ട എന്ന് ശരീരം പറഞ്ഞ് ക്ഷീണം കാണിച്ചപ്പോൾ മേളിലാണ് കോണി കയറിയിട്ട് വേണം നിസ്കരിക്കാൻ പോകാൻ. മഹാനവറുകൾ ഒരു കോണി ചവിട്ടി രണ്ടാമത്തെ കാലെടുത്ത് പൊക്കിയപ്പോൾ നഫ്സ് പറഞ്ഞു, വേണ്ട മുഹീദ്ദീനെ, തിരിച്ചു പോയി കിടന്നുറങ്ങ്. അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശരീരമേ, എൻ്റെ സ്വർഗത്തിന് നീ തടസ്സം നിൽക്കുന്നത്, നിന്നെ ഞാനിന്ന് പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് രണ്ടാമത്തെ കാല് ചവിട്ടാതെ ഒരു കാല് പൊക്കിപ്പിടിച്ചിട്ട് അവിടെ വെച്ച് നിസ്കരിച്ചു. രണ്ട് കാല് നിസ്കരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണ്, ഇന്ന് ഒറ്റക്കാലി ഞാൻ നിസ്കരിക്കും നഫ്സേ, നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കും. അതുകൊണ്ടാണ് മഹാനവറുകൾ സ്വർഗത്തിൽ പോയത്. ഒന്നാമത്തെ കാലെടുത്ത് ശരീരത്തിൻ്റെ മോഹങ്ങളെ ചവിട്ടണം, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്നാൽ രണ്ടാമത്തെ കാല് സ്വർഗത്തിലാണ്. അള്ളാഹു നമ്മുടെ ശരീരത്തെ തെറ്റിൽ നിന്ന് പിടിച്ചു നിർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും. 2, ഇതോടെ നമ്മുടെ സദസ്സ് തീരുന്നു. മഹാനവറുകൾ പറഞ്ഞു, എല്ലാവരുടെയും മരണം ഞാൻ കണ്ടു. മരിച്ച യുവാക്കളെ ഞാൻ കണ്ടു. അവരുടെ ഉമ്മയും ഉപ്പയും കരയുന്നുണ്ട്, അവരെ കാമുകിമാര് കരയുന്നുണ്ട്. എല്ലാവരെയും കബറടക്കിയിട്ട് അവരെ കാമുകയും ഉമ്മയും മക്കളുമൊക്കെ തിരിച്ചു പോയപ്പോ എനിക്ക് മനസ്സിലായി, എന്നെ സ്നേഹിക്കുന്നവര് മുഴുവന് കബർ വരെ വരികയുള്ളൂ. എൻ്റെ ഭാര്യ എവിടം വരെ വരും? കബർ വരെ. എൻ്റെ ഭാര്യ, എന്നെ കാത്തു ഉറക്കമളച്ചിരിക്കുന്ന എൻ്റെ ഭാര്യ, അവള് ഞാൻ മരിച്ചാൽ വാതിൽപ്പടി വരെ, വീടിൻ്റെ വാതിൽപ്പടിക്കപ്പുറത്തേക്ക് എൻ്റെ ഭാര്യ എൻ്റെ കൂടെയില്ല. ജീവിതത്തിൽ താങ്ങും തടലുമായി നിൽക്കുന്ന, ഒന്ന് യാത്ര ചെയ്താൽ അലാറം വെച്ച് എവിടെ എത്തി എന്ന് ചോദിച്ച് വീട്ടിലെത്തുന്നത് വരെ ഒരു സമാധാനമില്ലാതെ നിൽക്കുന്ന പെണ്ണ്, അല്ലാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. നാളെ എൻ്റെ റൂഹ് പോയാൽ അവൾ വീടിൻ്റെ ഉമ്മറപ്പടിയുടെ വാതിൽപ്പടി വരെ, പിന്നെ അവൾ എൻ്റെ കൂടെയില്ല. എന്നെ കാത്തിരിക്കുന്ന എൻ്റെ പൊന്നുമക്കളോ എൻ്റെ കബറിൻ്റെ ചുവട് വരെ. മണ്ണിട്ട് മൂടിയാൽ അവരും തിരിച്ചുപോയി. എല്ലാവരും എൻ്റെ മണ്ണിൻ്റെ മുകൾ വരെ എൻ്റെ സ്നേഹത്തിന് എനിക്ക് പകർന്നിന്ന് കിട്ടിയ സ്നേഹത്തിന് മണ്ണിൻ്റെ കുഴിമാടത്തിൻ്റെ മുകൾ വരെ ആയുസുള്ളൂ എന്ന് ഞാൻ അറിഞ്ഞപ്പോ ഞാൻ വേറൊരു കാമുകിയെ പ്രണയിക്കാൻ തുടങ്ങി. ഏതാണ് ആ കാമുകി എന്നറിയോ? എൻ്റെ നന്മകളെ ഞാൻ എൻ്റെ കാമുകിയാക്കി. കാരണം നന്മകൾ എൻ്റെ ഖബറിൽ കൂടെ വരുമല്ലോ, മുൻകറിന് കീറും വരുമോ എന്നെ തടഞ്ഞു നിർത്തുമല്ലോ, എൻ്റെ മീസാനിലും അവര് ഭാരം തരുമല്ലോ, എൻ്റെ സിറാത്തിൽ അവരെന്നെ ഓടിക്കടത്തുമല്ലോ, എൻ്റെ സ്വർഗത്തിലെത്തുന്നത് വരെ എൻ്റെ നന്മകൾ എന്നെ വിട്ടുപോവില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ നന്മകളെ ഞാൻ പ്രണയിക്കാൻ തുടങ്ങി. ഇന്ന് നമുക്കിവിടെ വെച്ചൊരു പ്രണയം തുടങ്ങാം. എൻ്റെ നന്മകൾ, ഞാൻ മരിച്ചാലും സാലിഹ് നന്മകളെ പ്രണയിച്ചവനാണ്. അതുകൊണ്ടാണ് സാലിഹിന്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി അവനൊന്നും ബാക്കി വെക്കാതെ പോയത്. അവന്റെ കാമുകി നന്മയാണ്, അതിപ്പോഴും അവനെ വിട്ടുപിരിഞ്ഞിട്ടില്ല. സാലിഹ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ളൂ. അവൻ മണ്ണിൽ അവശേഷിപ്പിച്ച നന്മകൾ സാലിഹിനെ വിട്ടുപിരിഞ്ഞു പോയിട്ടേ ഇല്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിലും മരിക്കാത്ത നന്മകൾ ചെയ്യണം. നന്മകൾക്ക് മരണമില്ല. മരിച്ചു പോയാലും അല്ലാഹുവേ 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 എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഷറഫുദ്ദീൻ ഹുദവി, ഞാൻ കേട്ടു ആ പ്രസംഗത്തിന്റെ ഒരു ഭാഗം. അദ്ദേഹം പറഞ്ഞു, ദാറുൽ ഹുദയിൽ വെച്ച് വാപ്പൂട്ടി ഹാജി പറഞ്ഞു അത്രേ, ഇപ്പോഴും ചെമ്മാട് ദാറുൽ ഹുദയുടെ ഗേറ്റ് കടന്നു കയറുമ്പോ അവിടെ കാണാം വാപ്പൂട്ടി ഹാജിയുടെ പേര്. അദ്ദേഹം അവിടുത്തെ ഖാദിയായിരുന്നില്ല, അദ്ദേഹം അവിടുത്തെ വലിയ ആലിമായിരുന്നില്ല. ഒരു സാധാരണ മനുഷ്യന് ഒരു വലിയ ഒരു ആസ്ഥാനം വേണമെന്ന് തോന്നിയ ആഗ്രഹം. ഇന്ന് ഈ ബാംഗ്ലൂർ ടൗൺ ഹാളിലും വാപ്പൂട്ടി ഹാജിയുടെ നാമം മരിച്ചിട്ടില്ല. കാരണം അദ്ദേഹം നന്മയെ പ്രണയിച്ച ആളായിരുന്നു. ഇൻഷാ അല്ലാഹ് ബാംഗ്ലൂരുകാർക്കൊരു സുവർണാവസരം. നമ്മുടെ സമസ്തയുടെ ആസ്ഥാനം ഇവിടെ പൂവിടണം. ആ സമസ്തയുടെ ആസ്ഥാനം ഇനി കേരളത്തിലൊരു സമസ്തയ്ക്ക് ആസ്ഥാനം പണിയണമെന്ന് വിചാരിച്ച കേരളത്തുകാർക്ക് കഴിയില്ല. കാരണം അത് മുൻഗാമികളൊക്കെ അതിനെ ചാലുവാക്കി കളഞ്ഞു. പിൻഗാമികൾക്ക് നന്മയ്ക്ക് വേണ്ടി ആ കവാടം ഇനി തുറക്കപ്പെടണമെങ്കിൽ കാലം കഴിയണം.
പക്ഷേ ബാംഗ്ലൂരിൽ ചിതറിത്തിരക്കുന്ന ഈ മുസ്ലിമീങ്ങൾ നമ്മുടെ ദീനിൻ്റെ, നമ്മുടെ ദൈവത്തിൻ്റെ, നമ്മുടെ മദ്രസയുടെ, നമ്മുടെ ഇൽമിൻ്റെ എല്ലാ സമന്വയത്തിൻ്റെ ഒരു കേന്ദ്രീകൃത സംവിധാനമായി സമസ്തക്കരാസ്ഥാനം ഇവിടെ ഉണ്ടാവണം. അള്ളാഹു അതിൻ്റെ പുറകിൽ നിൽക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകും. കൊതിപ്പിച്ച മരണവുമായി നമ്മെ ആശിപ്പിച്ച ആ മഹാന്മാരുടെ ദുആ എന്ന് നമുക്കുണ്ടാകും. നമ്മുടെ വലിയ ആത്മീയ നേതൃത്വം പാണക്കാട് തങ്ങന്മാരുടെ ദുആ എപ്പോഴും നമുക്കുണ്ടാകും. ഇന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുന്നു തങ്ങളുടെ ദുആ. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ജീവിതത്തിൽ നാം ഏറ്റവും അടുക്കും തോറും നമ്മെ അത്ഭുതപ്പെടുത്തുകയും ചെയ്ത മഹാവ്യക്തിത്വം ബഹുമാന്യനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. ഞാൻ അബുദാബിയിൽ ചെന്നപ്പോൾ അബുദാബി ഇസ്ലാമിക് സെൻ്ററിൽ പ്രഭാഷണം നടന്നു. കഴിഞ്ഞ മജ്ലിസ് റബീഉൽ അവ്വലാണെന്ന് എനിക്ക് തോന്നുന്നു. ബഷീർ ഫൈസി ദേശമംഗലമാണ് പ്രഭാഷകൻ, അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടകൻ. പ്രസംഗത്തിനിടയിൽ ബഷീർ ഫൈസി എൻ്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹം ഹജ്ജിലാണ്. അള്ളാഹു മക്ബൂലും മബ്റൂറുമായ ഹജ്ജും റഹീം നിർവഹിക്കാൻ തൗഫീക്ക് നൽകി. ബഷീർ ഫൈസി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അബ്ബാസ് മോൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ ഓരോ വാക്കുകളും സൂക്ഷിച്ചു കൊള്ളണം. ആ ദുആയെ നിങ്ങൾ പ്രത്യേകം ഗണിച്ചു കൊള്ളണം. ഒരു വലിയ വേറിട്ട നമ്മളറിയാത്ത ഒരു നാവിൻ്റെ വലിയ അസറുള്ള ഒരു മഹത് വ്യക്തിത്വമാണ്. ആ സദസ്സ് മുഴുവനും പൊട്ടിക്കരഞ്ഞുപോയി. തങ്ങളടക്കം സദസ്സിലിരുന്ന് കരഞ്ഞു. മഹാനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അബുദാബിക്കാർ ഇന്നും പറയും ആ ഓർമ്മകൾ. നമുക്ക് കിട്ടിയതൊരു വലിയ സാന്നിധ്യമാണ്, ഒരു ചെറിയ സാന്നിധ്യമല്ല. അബ്ബാസ് അലി തങ്ങളെ നമ്മൾ വളരെയേറെ സൂക്ഷിക്കണം. അത്രയേറെ ജീവിതത്തിൽ സൂക്ഷ്മതയും അവധാനതയും തക്വയും കാത്തു സൂക്ഷിക്കും. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. മജ്ലിസ് നൂറിൻ്റെ ദുആയി നടക്കുന്നു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എല്ലാം മറന്നാലും നമുക്ക് മറക്കാതിരിക്കാൻ സമസ്തയുടെ ആസ്ഥാനം ഇൻഷാ അല്ലാഹ് ബാംഗ്ലൂർ ഉണ്ടാവണം. അതിൻ്റെ ഒരു ഭൂമി കഴിഞ്ഞ സമ്മേളനത്തോടുകൂടി നമുക്കൊരു മാന്യനായ വ്യക്തി നമുക്ക് നൽകി. നമ്മുടെ വാതിൻ്റെ അന്ന് പിറ്റേ ദിവസം ഹൈദലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ അദ്ദേഹം അത് കൈമാറുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് അവിടെ ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാവണം. അവിടെ മുഴുവൻ ആലിമീങ്ങളും ഉലമാക്കളും മരിച്ചാലും മറിക്കാത്ത ഇൽമിൻ്റെ പ്രഭാവം അവിടെ ഉണ്ടാകണം. നീ മരിച്ചു പോയാലും നിനക്ക് വേണ്ടി സമസ്തയുടെ ആലിമീങ്ങൾ മയ്യത്ത് നിസ്കരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആ ഒരു സംരംഭത്തിലേക്ക് സമസ്തയുടെ ആ ആസ്ഥാന മന്ദിരത്തിനു വേണ്ടി ആദ്യമായി പരസ്യമായി ഒരു പിരിവ് തുടങ്ങിയത് ഞാനാണ്. അതിൻ്റെ നിയോഗം അള്ളാഹു ഈ വിനീതനാണ് തന്നത്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് ആ മഹാസംരംഭത്തിലേക്ക് മജ്ലിസ് നൂർ നടക്കുന്നു, തങ്ങളുടെ ദുആ നടക്കുന്നു. ഇൻഷാ അല്ലാഹ് ഒരു 1 ലക്ഷം രൂപ ഇപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റുകൾ നടക്കുകയാണ്. മാഷാ അല്ലാഹ്, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. നമ്മുടെ പ്രിയ സുഹൃത്ത് സൈനുക്ക അദ്ദേഹം പറഞ്ഞു തീരുന്നതിന് മുമ്പേ 1 ലക്ഷം അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അല്ലാഹുവേ നീയാണ് ഷാഫി, അല്ലാഹുവേ നീയാണ് കാഫി, അല്ലാഹുവേ നീയാണ് മുആഫി. അല്ലാഹുവേ ആരുടെ ഖജനാവ് വറ്റിയാലും നിന്റെ ഖജനാവ് വറ്റില്ല. അല്ലാഹുവേ വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന ഖജനാവിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ, മഹാന്മാരായ സമസ്തയുടെ ഉലമാക്കളുടെ പാദസ്പർശനമേറ്റ് നടന്നു പോകുന്ന വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ ഇന്ന് മഹാനായ ശൈഖുന അടക്കമുള്ളവരുടെ ഈ പുണ്യമായ ദുആയുടെ പാദയത്തിൽ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ സദഖയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അത് കാരണത്താൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഡോക്ടറേറ്റിന് പഠിക്കുന്ന മക്കളുണ്ട്. അല്ലാഹുവേ ഉപ്പ ഈ സദസ്സിലും മർമ്മമറിഞ്ഞ് ചെയ്ത ഈ കർമ്മം കൊണ്ട്, ഈ സദഖ കൊണ്ട് ആ മക്കൾക്ക് നീ ഉന്നത വിജയം നൽകണേ അല്ലാഹ്. അവരുടെ ഭാവി നീ നന്നാക്കി കൊടുക്കണേ തമ്പുരാനെ. ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ സ്വദേശത്തും വിദേശത്തുമുള്ള ബിസിനസ്സുകളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഈ പറഞ്ഞ മഹാനായ അബ്ബാസ് അലി തങ്ങളുടെ സാന്നിധ്യത്തിൽ പറഞ്ഞ ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളുണ്ട്. മദീനയുടെ നറുമണം മലയാള മണ്ണിലെത്തിച്ച ഈ മുത്തുകളുടെ സാന്നിധ്യത്തിൽ നൽകിയ ഈ സദഖ കാരണത്താൽ അതിനേക്കാൾ വലിയ ലാഭം നീ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ നൽകണേ അല്ലാഹ്. ആഖിറത്തിൽ നൽകണേ തമ്പുരാനെ. ബിഹഖി സയ്യിദന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ചല്ലനെ ആരാ രണ്ടാമതുള്ള 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുക?
ഒന്ന് കൈ പൊക്കിയാൽ മതി ഉസ്താദെ. ഞാൻ ഇപ്പോൾ അതിൻ്റെ വസ്തു രജിസ്റ്റർ ചെയ്ത് ആ ബിൽഡിങ്ങൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് കൊടുത്താൽ മതി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. രണ്ടാമതാരാ പറയാം, കടിയുന്ന സഹോദരങ്ങൾ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ വരുമ്പോൾ കുറേ ആളുകൾ അതിനു വേണ്ടി സദക്ക ചെയ്തിരുന്നു. അള്ളാഹു അവരെ സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സദസ്സിൽ തങ്ങളുടെ ദുആ നടക്കാൻ പോകുന്നു. ആരാ രണ്ടാമതൊരാൾ 1,00,000 രൂപ പറയാം? അലൈസ മിൻകും റജുലുൻ റഷീദ്. സന്തോഷത്തോടെ. ഇതൊക്കെ ഒരു വലിയ സദസ്സുകളാണ്, ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടാകുന്ന സദസ്സുകൾ. നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കപ്പെടാൻ, മുറാദുകൾ ഹാസിലാവാൻ ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ 1,00,000, 50,000, 25,000 എത്രയാണോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുക ഈ സദസ്സിൽ വെച്ചൊരു വാഗ്ദാനമായി പിന്നീട് അതിൻ്റെ സമയമെത്തുമ്പോൾ, അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ സമയത്തുമ്പോൾ കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളെക്കൊണ്ട് 1,00,000, 50,000, 25,000 എത്രയാണോ കഴിയുക പിന്നീട് വാഗ്ദാനം ചെയ്യുമ്പോൾ കൊടുത്താൽ മതി. പക്ഷെ എല്ലാവരും പറയുക, രണ്ടാമത്തെ ആൾ താനി അസ്നൈൻ, 2 പേരിൽ ഒരാൾ സൗർ ഗുഹയിലിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ പദമാണ് വസാനി അസ്നൈനി, 2 പേരിൽ ഒരാൾ. അള്ളാഹു രണ്ടാമത് പറയുന്ന സഹോദരങ്ങൾ, അള്ളാഹു മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഏതൊക്കെ പ്രയാസങ്ങളുണ്ടോ അള്ളാഹു അതൊക്കെ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ ബറക്കത്തുകളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷബീർ 50,000 രൂപ. കുലു തക്ബീർ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാൻ. ഇൻഷാല്ലാ തങ്ങൾ ദുആ ചെയ്യും, ഞാൻ മെല്ലെ ഒന്ന്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാന്. റഫീഖ്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിൻ്റെ ഷബീറിൻ്റെ മുറാദേതോ ഹാസിലാക്കണേ അല്ലാ. എല്ലാവരും അവിടെ തന്നെ ഇരുന്നു. മജ്ലിസ് നൂറ് കഴിഞ്ഞ് തങ്ങളുടെ ദുആയും കഴിഞ്ഞ് എല്ലാവരും ഇൻഷാല്ലാ എഴുന്നേക്കും. ഞാൻ 5 മിനിറ്റുള്ളിൽ നിർത്തും. ഷബീറിൻ്റെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കി കൊടുക്കണേ തമ്പുരാൻ. ഖുർആൻ മനപ്പാഠമാക്കി ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഏതൊക്കെ പ്രയാസങ്ങളുണ്ടോ അതെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാവിധ അപകടത്തിൽ നിന്ന് കാക്കണേ അല്ലാ. റഫീഖ് ചാവശ്ശേരി, നമ്മുടെ ഇരുട്ടി കഴിഞ്ഞിട്ടുള്ള ചാവശ്ശേരി, അതെ ഇവിടെ ഉണ്ട്, ആളുണ്ടോ? റഫീഖ് ചാവശ്ശേരി. ഞാൻ ഇന്നലെയാണ് ചാവശ്ശേരി എൻ്റെ മനസ്സിൽ പിടിക്കുന്ന ഒരു സ്ഥലം. ഇന്നലെ ചിലതുണ്ടല്ലോ, ഞാൻ ഇന്നലെ ബാംഗ്ലൂരോട്ടുള്ള അത് കണ്ണൂരൊരു നിക്കാഹുണ്ട്, കണ്ണാടിപ്പറമ്പ്. അത് കഴിഞ്ഞ് വരുമ്പോൾ വഴിയരികിൽ നല്ല സ്ഥലം, നല്ല പള്ളി കണ്ടു, മനോഹരമായൊരു പള്ളി. നോക്കിയപ്പോൾ ചാവശ്ശേരി ജുമാ മസ്ജിദ് എന്ന് കണ്ടു. ളുഹർ നിസ്കരിക്കാൻ വേണ്ടി അവിടെ കയറിയത്. ഞാനും എൻ്റെ ഡ്രൈവർമാരുണ്ട്. ഞാൻ ഒരാളുടെ സ്വഭാവം പറയാൻ വേണ്ടി പറഞ്ഞു, റഫീഖ് ചാവശ്ശേരി എന്ന് എനിക്ക് ഓർമ്മ വന്നു. അവിടെ കയറി ളുഹർ നിസ്കരിച്ചു. അപ്പോൾ ഞാൻ വലിയ ഷാളൊന്നുമില്ല, ജുബ്ബയും മുണ്ടും മാത്രമേ ഉള്ളൂ, തലേ തൊപ്പി പോലും ഇല്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ ഡ്രൈവറോട് തൊപ്പി കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ചാവശ്ശേരി ജുമാ മസ്ജിദിൽ കയറിയപ്പോൾ ഹൗദിൻ്റെ സൈഡിൽ ഒരു പാവ നാടൻ കാക്ക പള്ളിയൊക്കെ വൃത്തിയാക്കും. കയറിയ ഉടനെ അദ്ദേഹം ഓടി വന്നിട്ട്, എന്നെ അറിയില്ല, കബീർ വാക്കവയാന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഓടി വന്ന അദ്ദേഹം ഒതു എടുക്കുന്ന സ്ഥലം എവിടെയാണ്, ചെരുപ്പ് നിങ്ങളിത് അവിടെ എടുത്തോണം. അതിൽ പെട്ടെന്ന് എൻ്റെ ചെരുപ്പ് എടുത്തുകൊണ്ട് അപ്പുറത്ത് കൊണ്ടുപോയി നിർത്തി. ഒതു എടുക്കാൻ വേണ്ടി പോയപ്പോൾ മനുഷ്യ അവിടെ വന്നിട്ട്, ഇവിടെ വെച്ച് ഒതു എടുത്താൽ കാലി തെറിക്കും ഉസ്താദെ, അപ്പുറത്ത് ഒതു എടുത്തോളാൻ പറഞ്ഞ് അപ്പുറത്ത് സൗകര്യം ഉണ്ടാക്കി തന്നു. വലിയ സൗമനസ്യത്തോടെ അങ്ങനെ കയറി പോകുന്ന വഴിയിൽ എൻ്റെ കാലൊരിച്ച് ചെളി പറ്റി. അതുകൊണ്ട് ഉസ്താദെ ചെളി എന്ന് പറഞ്ഞാൽ ചെളി പറ്റിയ സ്ഥലം മുഴുവനും കഴുകി വൃത്തിയാക്കി. വേറെ ഏതെങ്കിലും ആളുകളാണെങ്കിൽ മിക്കവാറും ഇവിടെ നമ്മുടെ റൂഹ് പിടിച്ച് കളയും. നിസ്കരിക്കാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ ഓടിക്കൊണ്ട് ഉസ്താദെ ഫാൻ വേണോ? പെട്ടെന്ന് ഫാൻ ഇട്ട് അവന് ഫാൻ വേണ്ട, ഞങ്ങൾ നിസ്കരിച്ചോളൂ. വളരെ വിനയത്തോടെ ഒരു നാടൻ കാക്ക ഇറങ്ങി വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എവിടെ നിന്നാ? ഞാൻ പറഞ്ഞു കൊല്ലത്തു നിന്നാണ് വരുന്നത്. എവിടെ വീട്? കൊല്ലത്താണ്. എവിടെ പോകണം? ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ പോവുക. ചോറുണ്ടോ? ളുഹറിൻ്റെ ചോറുണ്ടോ നിങ്ങൾ? ഞാൻ ചോറുണ്ടാക്കാം, ചോറ് മുകളിലിരിപ്പുണ്ട്, ഉസ്താദിന് ചോറ് കൊണ്ടുവരുന്ന സ്ഥലമുണ്ട്, ഞാൻ ചോറ് ഇപ്പോൾ ശരിയാക്കി തരാം, ഇപ്പോൾ കൊണ്ടുവന്ന് വരാം, നിങ്ങൾ ചോറ് ഇട്ടിട്ട് പോയാൽ മതി. ഞാൻ ഞങ്ങൾ ചോറ് വേണ്ട, ഞങ്ങൾ പോകുന്ന വഴി കൊണ്ടുപോകാം. അല്ല, കൊല്ലത്തുനിന്ന് ബാംഗ്ലൂർ വരെ വലിയ യാത്രയല്ലേ, നിങ്ങൾക്ക് ഇവിടെ ആരും അറിയാവുന്നുള്ളത്, അതുകൊണ്ട് ചോറുണ്ടാക്കി തരാം, നിങ്ങൾ കഴിച്ചിട്ട് പോയാൽ മതി. ആ മനുഷ്യൻ വല്ലാതെ
അവസാനം പിന്നെ ഞാൻ വന്ന് കയറുമ്പോൾ പള്ളിയുടെ സെക്രട്ടറിയോടെ ഒരു കല്യാണത്തിന് പോയിട്ട് വന്നു. അയാൾ എന്നെ കണ്ടിങ്ങനെ തുറച്ചു കളി കബീർ വാക്കവിയാണോ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്കലൊക്കെ കൂടി. അപ്പോഴാണ് ഈ മനുഷ്യൻ ഞാനാണെന്നറിയുന്നത്. ഒരു സാദാ സീത ഒരു നാടൻ കാക്ക ചാവശ്ശേരിയിൽ, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ പോകുമ്പോൾ നോക്ക്. ഈസാക്ക, എനിക്കറിയില്ല, പേരറിയില്ല. ആ നാടൻ മനുഷ്യൻ അവിടേക്ക് കയറിപ്പോയ ഒരു അപരിചിതനോട് കാണിച്ച ആദിത്യ മര്യാദ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയും വലിയൊരു ആദിത്യ മര്യാദ ആ മനുഷ്യൻ കാണിച്ചു. എനിക്കറിയില്ല, ഞാൻ ഒറ്റ പ്രാവശ്യം കണ്ടതാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആ പള്ളി വൃത്തിയാക്കിയിട്ട് ജീവിക്കുന്നൊരു പാവ മനുഷ്യനാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഇഖ്ലാസും ആ ബഹുമാനവും അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. വേറെ റഫീഖ് ചാവശ്ശേരി വന്നപ്പോൾ സമരം പെട്ടെന്നൊരു ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ നല്ലതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ നാടൻ കാക്ക എത്ര ഭാഗ്യവാനാണ്. ചാവശ്ശേരി ഇരിക്കണം, അയാൾക്ക് ഇത്രയും തങ്ങളൊരു ആമീൻ പറഞ്ഞല്ലോ. അതാണ് അയാൾ ചെയ്ത സേവനത്തിൻ്റെ പ്രതിഫലം. അതാണ്. വേറെ സഹോദരൻ 25,000 രൂപ, ജമാൽ എന്ന സഹോദരൻ 25,000 രൂപ, അഷ്കർ ബൊമ്മനഹള്ളി 25,000 രൂപ. പേര് പറയതെന്ന് പറഞ്ഞു. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവിന്റെ ജീവിതത്തിൽ നീ ഐശ്വര്യം ചെയ്യണേ തമ്പുരാനെ. അവരെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അള്ളാഹുവെ. പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ തമ്പുരാൻ. നമ്മുടെ ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ മൂസാക്കാണ്ട്, അദ്ദേഹം 25,000 രൂപ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. കേരളത്തിലെ ഗതാഗത കമ്മീഷണറെ ഇന്ന് മാറ്റി, പുതിയ കമ്മീഷണറായി. കാരണം വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. ഗതാഗത നിയമം ലോകത്ത് ആദ്യം പഠിപ്പിച്ചത് സൈലൻസറിൻ്റെ പ്ലൂട്ട് കട്ട് ചെയ്തിട്ട് അരോചകമായ ശബ്ദമുണ്ടാക്കി വണ്ടി ഓടിക്കുന്ന ലോകത്ത് ആദ്യം നിയമം ഇറക്കിയ പുസ്തകമാണ് ഖുർആൻ. ആദ്യം ഗതാഗത നിയമം ഇറക്കിയ പുസ്തകമാണ് ഖുർആൻ. സൈലൻസറിൻ്റെ കട്ട് ചെയ്തിട്ട് വലിയ ശബ്ദത്തിൽ കുട്ടികൾ ഓടിക്കും, പാടില്ല. അരോചകമായ ശബ്ദം ഗതാഗതത്തിൽ പാടില്ല. വാപ്പ മകന് ഗതാഗതം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വാപ്പ പറഞ്ഞു, മോനെ വഖ്സിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതില സൗത്തുൽ ഹമീർ. ലുക്മാൻ അലൈഹിസ്സലാത്തു, ഞാൻ പറഞ്ഞെന്ന് ഒത്തിരി സമയം പോകും. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞാണ്, മോനെ നീ നടക്കുമ്പോൾ സ്പീഡ് ലിമിറ്റ് 40 ആണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഓവർ സ്പീഡ് പാടില്ല. വഖ്സിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക, യാത്രയിൽ നിൻ്റെ സൗണ്ട് നീ കുറയ്ക്കണം. ഇന്ന അൻകറൽ അസ്വാതില സൗത്തുൽ ഹമീർ, ഇത് കഴുതയുടെ ശബ്ദം പോലെ അരോചകമാണ്, നീ അത് പാടില്ല എന്ന് പറഞ്ഞ പുസ്തകം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനാണ്. അള്ളാഹു നമുക്ക് പഠിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്തഫ മട്ടന്നൂർ 25,000, മുനീർ ഹബ്ബാളി 50,000. മാഷാ അല്ലാ, തഖബ്ബൽ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഈ മണ്ണിൽ വന്ന് ജോലി ചെയ്ത് നാടിൻ്റെയും വീടിൻ്റെയും കട്ടതകൾ മാറാൻ വന്ന പാവങ്ങൾ, അള്ളാഹുവെ സമസ്തയ്ക്ക് ഒരാസ്ഥാനത്തിന് വേണ്ടി അവർ ചെയ്യുന്ന സദക്ക നീ 2 കൈ നീട്ടി സ്വീകരിച്ച് നിന്റെ ഖജനാവിൻ്റെ വാതിൽ അവർക്ക് തുറന്നു കൊടുക്കണേ അല്ലാ. അവർ ചെയ്യുന്ന ജോലിയിൽ, കച്ചവടത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞാൻ സമയം വൈകിയതുകൊണ്ട് നിർത്തുന്നില്ല, ഇനി ആളുകൾ തരും. SYS ബാംഗ്ലൂരിൻ്റെ പേരിൽ സമസ്തയ്ക്ക് ഒരാസ്ഥാനം എന്ന പേരിൽ ഒരു സ്ലിപ്പ് നിങ്ങളുടെ കയ്യിൽ തരും. നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സംഭാവന അതിനകത്ത് പൂരിപ്പിച്ച് ഇപ്പോൾ തന്നെ വോളണ്ടിയേഴ്സിനെ വിട്ടേക്കാൻ തങ്ങളുടെ ദുആ നടക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് തങ്ങളുടെ കയ്യിൽ തന്നെ ഇത് തിരിച്ചേൽപ്പിക്കണം. എല്ലാവരും വോളണ്ടിയേഴ്സ് ആ സ്ലിപ്പ് തരും. ഇപ്പോൾ തങ്ങളെ എപ്പോഴും നമുക്ക് കിട്ടൂല ബസ്സിലെ തങ്ങളെ. ഇതൊന്ന് പൂരിപ്പിച്ചിട്ട് എത്രയാണെങ്കിലോ 50,000, 25,000, 10,000, 5,000, 1000 എത്രയാണോ നിങ്ങളെ കൊണ്ട് കഴിയുക അതിൽ നിങ്ങൾ ഭാഗമാക്കാവുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളോട് സഹോദരിമാരോട് സമയേറെ വൈകി. ഞാനും എൻ്റെ ഭാര്യയും ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 31-ാം തീയതി ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. എല്ലാവരും മക്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയുമാകാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ധാരാളം പേര് ദുആ ചെയ്യാൻ. നമുക്ക് നമ്മുടെ ഇടയിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട സ്വന്തം മകൻ്റെ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ മയ്യത്ത് വെക്കാനൊരു തിണ്ണ പോലുമില്ലാതെ വിതുമ്പിക്കരഞ്ഞ പാവപ്പെട്ട നമ്മുടെ അസ്ലമിൻ്റെ ഉമ്മ ഇന്ന് നമ്മുടെ മുമ്പിൽ വേദനയായി നിലനിൽക്കുകയാണ്. കൊല ചെയ്യപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ നസീറുദ്ദീൻ, അകാരണമായി കൊല ചെയ്യപ്പെട്ട, അക്രമികളാൽ കൊല ചെയ്യപ്പെട്ട ഉപ്പാക്ക് മാനം നഷ്ടപ്പെടുമ്പോൾ, ഉമ്മാക്ക് നഷ്ടപ്പെടുമ്പോൾ അസ്ലമിനും നസീറുദ്ദീനും അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു ബർസഖിയായ ജീവിതം അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ. സുഖമില്ലാ കിടക്കുന്ന സാലിഹ് ഹുദവി മണ്ണാർക്കാട് അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ അവസ്ഥയിലാണ്.
നിങ്ങളുടെ എല്ലാ ദുആയിലും പങ്കെടുപ്പിക്കണം. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവിധ ഷിഫായും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി പേര് പറയാൻ താല്പര്യമില്ലാത്തൊരു സഹോദരന് 1,00,000 രൂപ മാഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പേര് നീ നിന്റെ നന്മയുടെ ത്രാസിൽ നീ എഴുതി വെക്കണേ തമ്പുരാന്. അദ്ദേഹത്തിൻ്റെ ഹസനാത്തുകൾ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാഹുവേ. എല്ലാവിധ ദറജകളും നീ ഉയർത്തി കൊടുക്കണേ തമ്പുരാന്.